സ്കോർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം UPSC എക്സാം ഒക്കെ കഴിഞ്ഞു. ഇതിൽ തന്നെ ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്നവരൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, UPSC എഴുതിയവർ. അപ്പം നല്ലൊരു എക്സാം ആയിരുന്നു അല്ലേ. ഏതായാലും PSC ചെയ്തതുപോലെ തന്നെ, അതായത് PSC ഇപ്പം ഫേസ് 1 തന്നെ പൊളിറ്റിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഒരു ക്വസ്റ്റ്യൻ, അതും പൊളിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ UPSCയുടെ പാറ്റേണിൽ നല്ല രീതിയിലൊരു ചേഞ്ച് വരുന്നുണ്ടല്ലേ. അതായത് സ്റ്റാറ്റിക് പോർഷൻസിൽ നിന്നൊക്കെ കുറഞ്ഞിട്ട് കറണ്ട് അഫേഴ്സിന് ഇമ്പോർട്ടൻസ് വരുന്നു. അതുപോലെ ഒരിക്കലും മീൻസ് ഫാക്ച്വൽ സംഭവങ്ങൾ കൂടുന്നു. നമ്മളൊരു കഴിഞ്ഞ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു, മീൻസ് നമ്മൾ ഒരു റിവിഷൻ പോലെ UPSCക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് ഏരിയാസും പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു UPSC എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആണ്, ഒന്നും പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഫാക്ച്വൽ ആയിരിക്കാം ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. അതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നു. അതുപോലെ ലെങ്തി ആയിരുന്നു, പേപ്പർ ലെങ്തി ആയിരുന്നു. മീൻസ് എത്തിക്സിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പോലത്തെ അത് പ്രിലിംസിൻ്റെ മീൻസ് GS 1 ചോദിക്കുന്നു. അങ്ങനെ ആകപ്പാടെ ഒരു പ്രത്യേക രീതിയിലായിരുന്നു അല്ലേ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഇത് ഡിസ്കസ് ചെയ്യാം. കാരണം നമ്മളിവിടെ ഇത് ഡിസ്കസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ UPSC ആണ് ഒരു 4-5 വർഷം കഴിയുമ്പം ആ രീതിയിലാണ്, ആ ക്വസ്റ്റ്യൻസാണ്, ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ PSC ഒക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിവിടെ ഡിസ്കസ് ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് ഗുണം ചെയ്യും. പണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു 4-5 വർഷം വെയിറ്റ് ചെയ്യുമായിരുന്നു PSC UPSCയുടെ സംഭവമൊക്കെ ഫോളോ ചെയ്യാൻ. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഉടനെ തന്നെ ചിലപ്പം ആ വർഷം അടുത്ത എക്സാമിന് തന്നെ PSCയും ആ മോഡൽ, അതായത് പുതിയ എന്തെങ്കിലും പാറ്റേൺ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ UPSC അത് PSCയും ഫോളോ ചെയ്യാറുണ്ട്. ഇപ്പം കേരള PSC ഒക്കെ അങ്ങനെ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്നവർക്ക് പ്രത്യേകിച്ച് പാറ്റേൺ പരിചയമാണ്. നിങ്ങളിപ്പം ഓക്കെ, നിങ്ങൾ UPSC പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ എഴുതുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ എക്സാമുകൾ, അതായത് UPSC പോലത്തെ എക്സാംസും അതർ സ്റ്റേറ്റ് PSCസിൻ്റെ എക്സാംസും അതൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം അത് മെയിൻലി മീൻസ് ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രഷ് ആയിട്ട് തോന്നാതിരിക്കും. കാരണം ഈ പാറ്റേൺ ഒക്കെ തന്നെയായിരിക്കും നമുക്കും വരിക നമ്മുടെ മത്സര പരീക്ഷകൾക്കും ഡിഗ്രി ലെവൽ എക്സാംസിനും ഒക്കെ വരാൻ ചാൻസ് ഉള്ളത്. അപ്പം അതുമായിട്ട് പരിചയപ്പെടാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പം നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസും UPSCയുടെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഏതായാലും വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറയാം. അതിൻ്റെ പ്രധാനമായിട്ടുള്ള പാറ്റേൺ ചേഞ്ചിൽ പലതും കൂടുതൽ സമയം എടുക്കുന്ന രീതിയിലുള്ള പല പാറ്റേണും വന്നിട്ടുണ്ട്. അത് നമുക്കും PSCക്കും കേരള PSCക്കും അത് ബാധകമാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇതിൽ നിന്ന് എന്തൊക്കെ ഇപ്പം UPSC ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അതേ രീതിയിൽ തന്നെ PSC ചോദിക്കാൻ ചാൻസ് ഉണ്ടല്ലേ. അതുപോലെ തന്നെ UPSC ചോദിച്ച ഏരിയയിൽ നിന്ന് PSC എങ്ങനെയൊക്കെ ചോദിക്കാം ക്വസ്റ്റ്യൻസ്, അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മാക്സിമം കണ്ടൻറ്റും, നിങ്ങളിപ്പം തേർഡ് ഫേസ് ഒക്കെ എഴുതാൻ ഇരിക്കുന്നവരുണ്ടായിരിക്കും അല്ലേ, കേരള PSCയുടെ തേർഡ് ഫേസ് ഒക്കെ എഴുതാൻ ഇരിക്കുന്നവരുണ്ടായിരിക്കും. അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ എങ്ങനെ ആ ചോദ്യം ചിലപ്പം എങ്ങനെ ഇനി PSCയിൽ ചോദിക്കാം, അതുപോലെയൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എലിമിനേഷൻ കാര്യങ്ങൾ, നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ എലിമിനേഷൻ പോസിബിലിറ്റീസ് ഒക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യം മീൻസ് കാര്യമായിരുന്നു ഈ പ്രിലിംസിൽ, UPSCയുടെ പ്രിലിംസിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് കുറേ അധികം ഉണ്ടായിരുന്നു. അതായത് നോർമലി ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എല്ലാം ടെസ്റ്റ് സീരീസ് എടുത്താൽ മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാൻ പറയും. പക്ഷേ ഇവിടെ കുറേ സ്കിപ്പ് ചെയ്യേണ്ടത്, കാരണം ഇപ്പം നോബൽ പ്രൈസ് കിട്ടിയ ആളുടെയൊക്കെ ചോദിച്ചു അല്ലേ, അതൊന്നും ഒരിക്കലും മീൻസ് അത് ഡയറക്റ്റ് അല്ല, ഒരു വല്ലാത്ത രീതിയിലാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനത്തെ ചോദ്യങ്ങൾ, പല ചോദ്യങ്ങളും അങ്ങനെ സ്കിപ്പ് ചെയ്യേണ്ട ചോദ്യങ്ങൾ, കാരണം എലിമിനേഷൻ ചെയ്യാൻ ഒരു പോസിബിലിറ്റി ഇല്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അവിടെ നിങ്ങൾ നോക്കിയത്, കാരണം ഇവിടെ ഒരു 90+ എന്നൊക്കെ പോകാന്ന് പറഞ്ഞാൽ 90+ അറ്റംപ്റ്റ് നോർമലി ചെയ്യുന്നവരൊക്കെ ശരിക്കും അറ്റംപ്റ്റ് കുറച്ചിട്ടുണ്ട്. കാരണം ഒന്നാമതേ വായിച്ചെത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ പേപ്പറിൽ. അപ്പം അങ്ങനെ കുറേയേറെ കാര്യങ്ങളിൽ ഒരു വെറൈറ്റി പേപ്പർ തന്നെയായിരുന്നു ഈ വർഷത്തെ UPSC പ്രിലിംസ്. അതുപോലെ സേഫ് സ്കോർ എന്ന് നമ്മൾ പറയുന്നില്ല, നമ്മൾ അനലൈസ് ചെയ്തതിനു ശേഷം ജസ്റ്റ് പറയുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പം ഇത് കോഡ് സി ആണ് പറയുന്നത്. UPSCയുടെ പ്രിലിംസിൻ്റെ GS 1 കോഡ് സി ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആദ്യം ഒരു വോൾക്കാനോനെ പറ്റിയാണല്ലേ പറയുന്നത്. അത് യുനെസ്കോയുടെ ഗ്ലോബൽ ജിയോ പാർക്കിൽ 2025 വന്നതാണ് അല്ലേ, 2025 വന്നതാണ്. അപ്പം ഈ വോൾക്കാനോ എന്താണ് തുംഗുരുഹ വോൾക്കാനോ, ഈ വോൾക്കാനോ ഏത് രാജ്യത്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് യുനെസ്കോയുടെ ഗ്ലോബൽ ജിയോ പാർക്സിനെ പറ്റിയല്ലേ. ഇന്ത്യയിൽ എത്ര ഗ്ലോബൽ ജിയോ പാർക്സ് ഉണ്ട്? ഇപ്പോൾ ഇന്ത്യയിൽ ബയോസ്ഫിയർ റിസർവ്, ഇപ്പോൾ യുനെസ്കോയുടെ മാബ് മെൻ ആൻഡ് ബയോസ്ഫിയറിലെ ബയോസ്ഫിയർ റിസർവിൻ്റെ പറയുകയാണെങ്കിൽ എത്ര എണ്ണമാണ്? ശരിക്കും 13 എണ്ണമാണ്. അതായത് 18 ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിലുണ്ട്, അതിൽ 13 എണ്ണം
മാബിലുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാബിൽ ഇപ്പം വന്നത് ഏതായിരുന്നു? കോൾഡ് ഡെസേർട്ട് ആയിരുന്നു അല്ലേ, ഹിമാചൽ പ്രദേശിലെ. അപ്പം നോർമലി UPSC ചോദിക്കുന്നത് ഇപ്പോൾ കോൾഡ് ഡെസേർട്ട് ഒക്കെ ന്യൂസ് വരുമ്പോൾ കോൾഡ് ഡെസേർട്ട് അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു കൂടുതലും ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ ഇൻ്റർനാഷണൽ സംഭവങ്ങളെ പറ്റി ചോദിക്കാൻ തുടങ്ങി. അതിനൊരു റീസൺ ഉണ്ട്. ഈ ഗ്ലോബൽ ജിയോ പാർക്സ് എന്ന് പറയുന്ന സംഭവം ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ 0 ആണ്. ഇന്ത്യയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇത് 2004 തുടങ്ങിയൊരു സംഭവമാണ് ഗ്ലോബൽ ജിയോ പാർക്സ് എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ ഒറ്റ സൈറ്റ് പോലും ഇല്ലെന്ന് ഓർക്കുക. അപ്പം ഇങ്ങനത്തെ സംഭവം വന്നപ്പോഴത്തേനും ഇപ്പം പല സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പം എന്താ GIHS അല്ലേ, ഗ്ലോബലി ഇമ്പോർട്ടൻറ്റ് അഗ്രികൾച്ചർ ഹെറിറ്റേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ഒരു സംഭവം അല്ലേ. അത് ശരിക്കും ഇന്ത്യയിൽ 3 സൈറ്റ്സ് ഉണ്ട്. അത് പണ്ട് ചോദിച്ചിട്ടുമുണ്ട് GIHSനെ പറ്റി. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന ഏതായിരുന്നു? പാമ്പൂർ റീജിയൻ അല്ലേ, ജമ്മു ആൻഡ് കാശ്മീരിൽ 2011 പിന്നെ 12, 13 കുട്ടനാട് വന്നു, കോരാപൂട്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ടല്ലേ. അതുപോലത്തെ സംഭവങ്ങളൊക്കെ നോർമലി മീൻസ് ഇന്ത്യയുടെ വരുമ്പം ചോദിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം UPSC ഇവിടെ ചെയ്തിരിക്കുന്നത് പുറത്തുള്ള സംഭവങ്ങൾ, ഗ്ലോബൽ ജിയോ പാർക്സ് പുറത്തുള്ള ഒരു സംഭവത്തെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇക്വഡോർ ആണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പല രീതിയിലും പല പാറ്റേണിലും. കാരണം ഇപ്പം നോർമലി എല്ലാവരും ഇപ്പോൾ പ്രതീക്ഷ ഇപ്പം മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ്, അത് യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റിൽ വന്ന 44ാമത്തെ സൈറ്റാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും പ്രിപ്പയർ ചെയ്യും, മീൻസ് ഇങ്ങനെ എഴുതും. പക്ഷേ ഇത് ചെയ്യുന്നവർ കുറവാണ്. എങ്കിലും കറണ്ട് അഫേഴ്സ് സംഭവങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരു ഓൾക്കാനൊക്കെ ആയതുകൊണ്ട് മീൻസ് നോട്ട് ചെയ്യാവുന്നതല്ലേ. ഇപ്പം കേരള PSCയിലേക്ക് വരുവാണെങ്കിൽ എന്താ ഓൾക്കാനുമായിട്ട് ബന്ധപ്പെട്ട് മിക്കപ്പോഴും ചോദിക്കുന്നത് എന്താ? ഇന്ത്യയിലെ ഒരു ഓൾക്കാനോ ഉള്ളൂ അല്ലേ. അത് ഏതായിരുന്നു? ബാരൻ ഓൾക്കാനോ ആയിരുന്നു അല്ലേ, ബാരൻ ഐലൻഡ് ഓൾക്കാനോ ആയിരുന്നു. അത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ്. അത് ആൻഡമാൻ നിക്കോബാറിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ആൻഡമാൻ സീയിലാണ്. ആൻഡമാൻ നിക്കോബാറിലാണ്, ആൻഡമാനിലാണ്. അത് ഏകദേശം മോർ ദാൻ 10 times എറപ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ. അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു ചോദ്യമായിരുന്നു. ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. മീൻസ് ഇഫ് യു നോ, കാരണം അപ്പം അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വെച്ചോ അതിങ്ങനെ ലാംഗ്വേജ് വെച്ചോ അത് ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഓക്കെ, അറിയാമെങ്കിൽ അറിയാം, അത് തന്നെയായിരുന്നു. അത് ക്രാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത്, അപ്പോൾ അതിൻ്റെ ഉത്തരം ഓപ്ഷൻ A ആയിരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, മാധവ് നാഷണൽ പാർക്ക്. നമ്മൾ റിവിഷനായിട്ട് കുറച്ച് കോ ടോപ്പിക്സ് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ ടൈഗർ റിസർവ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ടൈഗർ റിസർവ്, ഇന്ത്യയിൽ 58 ടൈഗർ റിസർവ് ആണുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് മാധവ് നാഷണൽ പാർക്കാണെന്ന് പറഞ്ഞിരുന്നു. ടൈഗർ റിസർവ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 58ാമത്തെ ടൈഗർ റിസർവ്. അപ്പോൾ മാധവ് ടൈഗർ റിസർവിനെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പലർക്കും കൺഫ്യൂഷൻ വരും. കാരണം ഇറ്റ്സ് ഏരിയ ഈസ് ഷെയർഡ് ബിറ്റ്വീൻ മധ്യപ്രദേശ് ആൻഡ് രാജസ്ഥാൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഓർക്കും ഇനിയിപ്പോൾ നമ്മളിപ്പം എന്തെങ്കിലും ടൈഗർ റിസർവോ നാഷണൽ പാർക്കോ ഒക്കെ പഠിക്കുമ്പം അതിൻ്റെ ബോർഡറും നോക്കണോ എന്നൊക്കെ കരുതുന്നു. പക്ഷേ ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നോളജ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റിൽ കൂടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും മാധവ് നാഷണൽ പാർക്ക് ന്യൂസിലുള്ളതാണ്. ഇപ്പം രാംസാർ ആണെങ്കിൽ ഏറ്റവും അവസാനം വന്നത് നമ്മൾ പറഞ്ഞ ഉത്തർപ്രദേശിലാണ്, 99ാമത്തെ സൈറ്റാണെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ മാധവ് നാഷണൽ പാർക്കാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 58ാമത്തെ സൈറ്റായിട്ട് മധ്യപ്രദേശിലെ മാധവ് നാഷണൽ പാർക്ക് 2025 ടൈഗർ റിസർവ് ആയിട്ട് വന്നായിരുന്നു അല്ലേ. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിലുള്ള ഒരു മീൻസ് രാംസാർ സൈറ്റ് എന്ന് പറഞ്ഞാൽ, സഖ്യസാഗർ എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ സഖ്യസാഗർ വന്ന് 2022 രാംസാർ സൈറ്റ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതായതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് ശരിക്കും ബേസിക്കലി നമ്മളത് പഠിച്ചിരിക്കേണ്ടതാണ്. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു ടൈഗർ റിസർവ് വരുമ്പോൾ ആ ടൈഗർ റിസർവിനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു രാംസാർ ഉണ്ടെന്ന് പറയുമ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും അത് രണ്ടും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് ഈ ചോദ്യം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. മീൻസ് കാരണം കറണ്ട് അഫേഴ്സിലുള്ള ഒരു സംഭവമായിരുന്നു ഇത്. മീൻസ് ഡൂവബിൾ ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഈ ചോദ്യം. അത് അപ്പം ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ B ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ B ആയിരുന്നു. ഓക്കെ, ടൈഗർ നിങ്ങളെല്ലാം ഉത്തരം നോക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മളിവിടെ ആൻസർ ജസ്റ്റ് പറയുക എന്നല്ല, മീൻസ് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 3rd ഫേസ് ഒക്കെ വരാൻ പോവുകയാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 3rd ഫേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്റ്റിംഗ് മീൻസ് നേരത്തെ 1st ഉം 2nd ഫേസിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നതിൽ 1 and 2 ആണ് കറക്റ്റ്. 3rd സ്റ്റേറ്റ്മെൻറ്റ് മധ്യപ്രദേശ് തന്നെയാണ്. ഇത് പൂർണ്ണമായിട്ടും മധ്യപ്രദേശ് തന്നെയാണ്, രാജസ്ഥാനുമായിട്ട് ബോർഡർ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഓപ്ഷൻ B ആണ് ഉത്തരം. 1 and 2 എന്ന് ഓർക്കുക. അപ്പോൾ ടൈഗർ റിസർവിനെ പറ്റി നമ്മൾ അന്നത്തെ ക്ലാസ്സിൽ കുറേ പറഞ്ഞിരുന്നു അല്ലേ. ഇന്ത്യയിൽ 58 ടൈഗർ റിസർവ് ആണുള്ളത്. ആദ്യമായിട്ട് വന്നത് 1973 April 1 പ്രൊജക്ട് ടൈഗർ വഴി. എന്താണ്, ഏത് ടൈഗർ റിസർവ് ആണ്? ഫസ്റ്റ് ജിം കോർബറ്റ് ആയിരുന്നു, ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ആയിരുന്നു. അതുപോലെ ഏറ്റവും കൂടുതൽ ടൈഗർ ഉള്ള ടൈഗർ റിസർവ് ജിം കോർബറ്റ് ആയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഏരിയ ടൈഗർ റിസർവ്സിൽ ഏറ്റവും ഏരിയ ഉള്ള മീൻസ് ടൈഗർ റിസർവ് ഏതായിരുന്നു എന്നാണ് പറഞ്ഞത്? അത് പണ്ടൊരു UPSC ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് നാഗാർജുന സാഗർ ശ്രീശൈലമായിരുന്നു, ആന്ധ്രാപ്രദേശിലെ. അതുപോലെ ഏറ്റവും ചെറിയ ഏരിയ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറിയ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞാൽ ബോർ ആയിരുന്നു എന്ന് പറഞ്ഞു. ബോർ ടൈഗർ റിസർവ് മഹാരാഷ്ട്രയിലെ ബോർ ആയിരുന്നു എന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ ടൈഗർ റിസർവ് ഉള്ള സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ മധ്യപ്രദേശാണ്. 9 ടൈഗർ റിസർവ് ആണ് മധ്യപ്രദേശിലുള്ളത്. അതുപോലെ ഏറ്റവും കൂടുതൽ ടൈഗർ സ്റ്റേറ്റ് എന്ന് പറയുന്നതും മധ്യപ്രദേശാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ മധ്യപ്രദേശ് മീൻസ് ഇന്ത്യക്ക് ശരിക്കും ടൈഗർ നാഷണൽ അനിമൽ ആവുന്നതിന് മുമ്പ് ഏതായിരുന്നു നാഷണൽ അനിമൽ? 1972 വരെ ലയൺ ആയിരുന്നു അല്ലേ. 1972 ടൈഗർ ഇന്ത്യയുടെ നാഷണൽ അനിമലായി മാറുന്നത്. ഓക്കെ, അപ്പോൾ മാധവ് നാഷണൽ പാർക്ക്
ഇത് ഡൂബിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ശരിക്കും, കറണ്ട് അഫേഴ്സിലൊക്കെ ഉള്ളതായിരുന്നു. അത് ഫോളോ ചെയ്യുന്ന ആൾ എന്തായാലും ആ രാംസാർ സൈറ്റും കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇങ്ങനെ ന്യൂസിലുള്ളതുകൊണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ചോദ്യമാണ് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ ചോദ്യം പറയുന്നത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലെ ക്ലൈമറ്റിനെ പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതും ഡൂബിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ഞാൻ ഇവിടെ ഡൂബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തിരുന്ന് ഇപ്പോൾ എക്സാം എഴുതുന്നവർക്ക് എല്ലാം ഡൂബിൾ ആയിരിക്കും, കാരണം നമ്മൾ സമയം എടുത്തൊക്കെയാണെന്ന് പറയാം. പക്ഷേ എങ്കിൽ പോലും ഇതൊക്കെ ഒരു ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ. പക്ഷേ വളരെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആ എക്സാം ഹാളിൽ പ്രഷർ വെച്ച് അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് പലതും ഉണ്ടായിരുന്നു. ഇതിൽ എനിക്ക് തോന്നുന്നത് കുറച്ച് മീൻസ് ജോഗ്രഫിയും സംഭവങ്ങളൊക്കെ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് എളുപ്പമുള്ളതാണ്. കാരണം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിനെ പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദ ക്ലൈമറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഹ്യൂമിഡ് ട്രോപ്പിക്കൽ കോസ്റ്റൽ ക്ലൈമറ്റ്. കറക്റ്റാണ്, അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതിൽ എത്ര ട്വിസ്റ്റ് ഒന്നുമില്ല. ഇറ്റ് റിസീവ്സ് റെയിൻഫാൾ ഫ്രം ബോത്ത് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആൻഡ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അതിലും ട്വിസ്റ്റ് ഒന്നുമില്ല, കറക്റ്റാണ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം 1, 2 എന്തായാലും കറക്റ്റാണ് അല്ലേ? 1, 2 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നോക്കേണ്ട കാര്യമില്ല. തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം precipitation ഈസ് ബിറ്റ്വീൻ ഡിസംബർ ആൻഡ് മെയ്. അല്ല, ഒരിക്കലും അല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പീരീഡ് എപ്പോഴാണ്? സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ സമയത്താണല്ലേ? സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ സമയത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അതായത് ജൂൺ ടു സെപ്റ്റംബർ എന്ന് പറഞ്ഞ പീരീഡിലാണ് ഇന്ത്യയിലും അതുപോലെ കേരളത്തിലും എല്ലാം. അതിനൊരു അപവാദം എന്ന് പറഞ്ഞാൽ തമിഴ്നാടാണല്ലേ, അവിടെ നോർത്ത് ഈസ്റ്റ് മൺസൂണിൻ്റെ പീരീഡിലാണ് കൂടുതൽ മഴ വരുന്നത് അല്ലേ. അപ്പം പിന്നെ ഇതിൽ ഒന്നും അല്ലെങ്കിൽ പോലും ഇത് ഡിസംബർ ടു മെയ് എന്നാണ് ഇവിടെ മാക്സിമം precipitation എന്ന് പറയുന്നത്. അതെന്തായാലും വരത്തില്ല, ഒന്നെങ്കിൽ സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ മീൻസ് സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ എന്തായാലും 3 തെറ്റാണെന്ന് ഉറപ്പിക്കാം. അപ്പം സി ഓർ ഡി എന്തായാലും വരത്തില്ല. പിന്നെ നമ്മൾ 1, 2ൻ്റെ കാര്യം പറഞ്ഞു, സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെയും ഉത്തരം ഓപ്ഷൻ ബി ആണെന്ന് ഓർക്കുക. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് ഡബിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അടുത്തത് പെനിൻസുലാർ ബ്ലോക്ക് ഓഫ് ഇന്ത്യ. ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. പെനിൻസുലാർ ബ്ലോക്കിൻ്റെ സബ്മർജൻസ് ഓഫ് പാർട്സ് ഓഫ് ദ വെസ്റ്റ്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സബ്മർജൻസ് ഓഫ് പാർട്സ് ഓഫ് ദ വെസ്റ്റേൺ കോസ്റ്റ് ഡ്യൂ ടു ടെക്ടോണിക് ആക്ടിവിറ്റി. കറക്റ്റാണ്, അത് ടെക്ടോണിക് ആക്ടിവിറ്റി വഴി തന്നെയാണ്, കറക്റ്റാണ്. പ്രസൻസ് ഓഫ് റെസിഡ്യുവൽ മൗണ്ടൻ റേഞ്ച് സച്ചസ് വെലിക്കോണ്ട ഹിൽസ്. വെലിക്കോണ്ട ഹിൽസ് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണല്ലേ. അതുപോലെ മഹേന്ദ്രഗിരി ഹിൽസ്. മഹേന്ദ്രഗിരി എവിടെയാണ്? ഒഡീഷയിലാണല്ലേ. ഓക്കെ, പിന്നെ അതും ശരിയാണ്, കറക്റ്റാണ്, പെനിൻസുലാർ ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി അടുത്ത് നോക്കുക, ഡീപ്പ് വി ഷേപ്ഡ് റിവർ വാലീസ് ഫോംഡ് ബൈ ഫാസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, കാരണം വി ഷേപ്ഡ് വാലീസ് എന്ന് പറഞ്ഞാൽ ഒരു മീൻസ് മൗണ്ടൻ അല്ലെങ്കിൽ അതിൻ്റെ യങ്ങർ പീരീഡിലാണ് അത് വരുന്നത്. പെനിൻസുലാർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പെനിൻസുലാർ എന്ന് പറഞ്ഞാൽ ഓൾഡ് ആണല്ലേ, മീൻസ് ഇപ്പോൾ ഹിമാലയത്തിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓൾഡ് ആണ്. അപ്പം അത് ഹിമാലയൻ മൗണ്ടൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നതെങ്കിൽ ഡീപ്പ് വി ഷേപ്ഡ് റിവർ വാല്യൂസ് ഫോംഡ് ബൈ ഫാസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. അപ്പം 3 എന്ന ഉത്തരം ഇവിടെ ഇല്ല. 3 ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 4ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണെന്ന് ഓർക്കുക. ഓക്കെ, 4ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റെഫറൻസ് ടു സാഗർമാല പ്രോഗ്രാം ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യനെ പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സാഗർമാല പ്രോഗ്രാമിനെ പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദ സാഗർമാല പ്രോഗ്രാം സീക്സ് ടു അച്ചീവ് പോർട്ട്-ലെഡ് എക്കണോമിക് ഗ്രോത്ത് ത്രൂ കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് സസ്റ്റൈനബിൾ കോസ്റ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. കറക്റ്റാണ്, 2015 വന്നതാണ് സാഗർമാല. മിനിസ്റ്റർ ഓഫ് പോർട്ട്സ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർ വേസിൻ്റെ അണ്ടറിൽ 2015 വന്നതായിരുന്നു, മോഡി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് വന്നതാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ദ സക്സസ് ഓഫ് ദ സാഗർമാല പ്രോഗ്രാം ഈസ് റിഫ്ലക്റ്റഡ് ഇൻ സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത് ഇൻ കോസ്റ്റൽ ആൻഡ് ഇൻലെറ്റ് വാട്ടർ വേ ഷിപ്പിംഗ് എലോങ് വിത്ത് ഇംപ്രൂവ്ഡ് ഗ്ലോബൽ പോർട്ട് റാങ്കിങ്സ്. അതിലും കുഴപ്പമൊന്നുമില്ല, കറക്റ്റാണ്. ഇനി സാഗർമാല 2.0 എയിംസ് ടു പൊസിഷൻ ഇന്ത്യ ആസ് എ ഗ്ലോബൽ മാരിടൈം ഇന്നോവേഷൻ ഹബ് അലൈൻഡ് വിത്ത് ആത്മനിർഭർ ഭാരത് ആൻഡ് വികസിത് ഭാരത് 2047 വിഷൻസ്. കറക്റ്റാണ്, ഇത് 3 കറക്റ്റാണ്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പെട്ടെന്ന് നമ്മൾ നോക്കി ഓപ്ഷനിലേക്ക് പോയാൽ തെറ്റിപ്പോവും. കാരണം അതിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിനെ വാലിഡേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടെ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഒരു പാറ്റേൺ PSCയും കൊണ്ടുവരാം. കാരണം അപ്പം നമുക്ക് 2 കാര്യമല്ല, ഇത് ആദ്യം നമ്മൾ കറക്റ്റ് ആണെന്ന് അറിയണം, വാലിഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അത് കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. അതാണ് സമയത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ഈ പേപ്പറിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പം നോക്കുക, സ്റ്റേറ്റ്മെൻറ്റ് 2 വാലിഡേറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ സ്ട്രാറ്റജീസ് എൻവിഷൻ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണല്ലേ, അത് കറക്റ്റാണ്, അതിൽ സംശയമൊന്നും വേണ്ട. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 3 എക്സ്റ്റെൻഡ്സ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1 ബൈ എംബേഡിംഗ് ദം ഇൻ ടു എ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ഇന്നോവേഷൻ ഫ്രെയിംവർക്ക്. അതും കറക്റ്റാണ്, അതിലും നമുക്ക് കൺഫ്യൂഷൻ വരില്ല. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 1 കോൺട്രാഡിക്ട്സ് സ്റ്റേറ്റ്മെൻറ്റ് 3 ബൈ ഫോക്കസിങ് ഓൺലി ഓൺ ട്രഡീഷണൽ
ട്രഡീഷണൽ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ല. അപ്പം ഓപ്ഷൻ 3 എലിമിനേറ്റ് ചെയ്ത് കളയുക. ശരിക്കും പെട്ടെന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യാൻ, അത് വായിച്ച് നമ്മൾ ഓടിച്ച് വായിക്കുമ്പോൾ തന്നെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ ഓപ്ഷൻ 1 മീൻസ് ഓക്കെ, ഇതാണ് ഒരു പ്രശ്നം. ഇപ്പം നമ്മൾ ഓപ്ഷനിലേക്ക് പോയല്ലോ, അങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് വാലിഡേറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 3 എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന്, അതും നമ്മൾ എക്സാം ഹാളിലെ പ്രഷറിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, പെട്ടെന്ന് അങ്ങനെ ചെയ്ത് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ 1ഉം 2 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ തേർഡ് ഇല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മീൻസ് സിയും ഡിയും പോയി, 1ഉം 2ഉം ആണ് വരേണ്ടത്. അപ്പം ഇവിടെ ബി ആണ് ഉത്തരം വരുന്നത്, ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. 1ഉം 2ഉം വാലിഡേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെയും 2ൻ്റെയും അത് കറക്റ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തെറ്റാണ്. അപ്പം കൂടുതൽ ട്വിസ്റ്റാണ്, കാരണം ഓൾറെഡി എക്സാമിൻ്റെ പ്രഷറിൽ ഇരിക്കുന്നതാണ്. ആ ഒരാളെ സംബന്ധിച്ച് ഇതും കൂടെ നോക്കുമ്പോൾ ഒന്നാമത് സമയം ഇങ്ങനെ ഓവറായിട്ട് പോകുമ്പോൾ പല ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞില്ല, എത്തിക്സിൽ ചോദിക്കുന്ന പല എത്തിക്കൽ ആംഗിളിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒത്തിരി സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ പ്രഷറിൽ ചെയ്യുമ്പോൾ മാക്സിമം എലിമിനേറ്റ് ചെയ്യാനൊക്കെ നോക്കുമ്പോൾ ചിലപ്പം നമുക്ക് തന്നെ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ബി ആണെന്ന് ഓർക്കുക. 1 and 2 ആണ്, ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് ഓർക്കുക, 5ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം 6ാമത്തെ ചോദ്യമാണ്. ഫോക്സ്-ടെയിൽ ഓർക്കിഡിനെ പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഫോക്സ്-ടെയിൽ ഓർക്കിഡിനെ പറ്റിയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ എപ്പിഫൈറ്റിക് ഓർക്കിഡ്. അതിൽ സംശയമൊന്നുമില്ല, എപ്പിഫൈറ്റിക് തന്നെയാണ്, എപ്പിഫൈറ്റിക് ഓർക്കിഡാണ്. ദ സ്പീഷ്യസ് ഈസ് എൻഡമിക് ടു നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. എൻഡമിക് എന്ന് പറയുമ്പോൾ പോയിന്റ് എൻഡമിക് എന്നൊക്കെ അവിടെ മാത്രമേ ഉള്ളൂ എന്നുള്ളത് അതർത്ഥത്തിൽ പറഞ്ഞാൽ അല്ല, കാരണം അത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുണ്ട്, അവിടെയൊക്കെ ഉണ്ട്, നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ മാത്രമല്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അപ്പം തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാം. 2 കളയുമ്പോൾ തന്നെ 2 കളഞ്ഞാലും ഓപ്ഷൻ 3 ഉണ്ട്. ഇനി എടുത്ത് നോക്കാം, അടുത്തത് നമുക്ക് സംശയം വരുന്ന ഒരു സംഭവമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വലിയ സംശയം വരില്ല, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, പക്ഷേ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സംശയം വരും. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫ്ലവർ ഓഫ് അരുണാചൽ പ്രദേശ് ആൻഡ് ആസാം എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അരുണാചൽ പ്രദേശിൻ്റെ ആസാമിൻ്റെയും അത് നമ്മൾ അറിയണം. അരുണാചൽ പ്രദേശ് വേണമെങ്കിൽ ഗസ് ചെയ്യാം, കാരണം ഓർക്കിഡിൻ്റെ ഏറ്റവും ഫേമസ് ആയ സ്ഥലമാണല്ലേ. പക്ഷേ ഈ ചോദ്യം റിസ്ക് ആണ്. കൂടുതലും ആൾക്കാരും 1 ആണോ അതെയോ ബി ആണോ, എ ഓർ ബിയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ ഉത്തരം അരുണാചൽ പ്രദേശിലെ ആസാമിൻ്റെ സ്റ്റേറ്റ് ഫ്ലവർ തന്നെയാണ്, ഓപ്ഷൻ ബി ആണ്. ഇതൊരു റിസ്ക് ഉണ്ട്, നമുക്ക് 2 ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും, പക്ഷേ അവിടെ നിന്ന് പോകാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അവിടെ റിസ്ക് എടുക്കേണ്ടി വരും. ഇതിൻ്റെ ഉത്തരം ബി ആണ്, ഓപ്ഷൻ 1 and 3 ആണെന്ന് ഓർക്കാം. ഓപ്ഷൻ ബി 1 and 3. ബി ഇപ്പം കുറേ വന്നുമല്ലേ. ഓക്കെ, അടുത്തത് ഓക്കെ അത് പറഞ്ഞു. അടുത്ത ചോദ്യം ഓക്കെ, മൊയ് ഡാംസിനെ പറ്റിയാണ്. മൊയ് ഡാംസിനെ പറ്റി നമ്മൾ 2024 ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിച്ചായിരുന്നു. കാരണം എന്താ, അന്നാണ് യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റിലേക്ക് ഇത് ആഡ് ചെയ്യുന്നത്, 43ാമത്തെ സൈറ്റായിട്ട് ഇത് ആഡ് ചെയ്യുന്ന അന്നായിരുന്നു. അപ്പോൾ അന്ന് പ്രതീക്ഷിച്ച ഒരു ചോദ്യമായിരുന്നു, ഈ മൊയ് ഡാംസിനെ പറ്റി ചോദിക്കുമെന്നുള്ള ചോദ്യം നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു അന്ന് ചോദിക്കുമെന്ന്. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇത് ഡയറക്റ്റ് ആയിരുന്നു ക്വസ്റ്റ്യൻസ്. അന്ന് ആ ഓർമ്മയുണ്ടെങ്കിൽ, അന്ന് പഠിച്ച കാര്യം ഓർമ്മയുണ്ടെങ്കിൽ എളുപ്പമായിരുന്നു ഈ ക്വസ്റ്റ്യൻ. കാരണം ബറിയൽ ഗ്രൗണ്ട്സ് ഓഫ് റോയൽ ആൻഡ് നോബിൾസ് ആണ്. അതിൽ വലിയ ട്വിസ്റ്റൊന്നുമില്ല, അത് തന്നെയാണ്. ബാക്കിയൊന്നും ഇവിടെ വരുന്നില്ല, ബാക്കിയൊരു സംഭവം ഇതിൻ്റെ അത് വരുന്നില്ല. ഓപ്ഷൻ സി ആണ്, സിയിലേക്കാണ് ഇതിൽ പോകേണ്ടത്. കാരണം യുനെസ്കോയുടെ ഇപ്പോൾ ഇത്തവണ നമ്മൾ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അതാണല്ലോ അല്ലേ, 44ാമത്തെ സൈറ്റാണ് അത്. തമിഴ്നാട്ടിലൊന്നും അതുപോലെ എവിടെയാണ്, മഹാരാഷ്ട്രയിൽ 11 ഫോർട്ടുകളുമാണല്ലേ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ UPSC നോർമലി എങ്ങനെയാണ്, കറണ്ട് അഫേഴ്സ്, UPSCയുടെ കറണ്ട് അഫേഴ്സ് തന്നെ 2 വർഷം പഴക്കമുള്ള കറണ്ട് അഫേഴ്സ് ഒക്കെ ആയിരിക്കും UPSC ചോദിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇത്തവണ കറണ്ട് അഫേഴ്സ് നന്നായിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പം മൊയ് ഡാംസിനെ പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആരാണ്, മീൻസ് സുഗാപ്പ അല്ലേ, സുഗാപ്പയാണ് ഇത് തുടങ്ങിയത്. മീൻസ് സുഗാപ്പ എന്ന് പറഞ്ഞാൽ അഹോം കിങ്ഡം, 1228 അഹോംസ്, ശരിക്കും അഹോം കിങ്ഡം തുടങ്ങുന്ന അദ്ദേഹമാണല്ലേ. അദ്ദേഹം തന്നെയാണ് ഈ മൊയ് ഡാംസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, അതായത് ബറിയൽ ഗ്രൗണ്ട്സ് ഓഫ് റോയൽസ് ആൻഡ് നോബിൾസിൻ്റെ ഇതും തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണെന്ന് ഓർക്കാം. ഓക്കെ, ബാക്കിയൊന്നും വരത്തില്ല, വായിച്ചു നോക്കിയാൽ മതി, ബാക്കിയൊന്നും വരത്തില്ല. ഓക്കെ, അടുത്തത് ഇനി 8ാമത്തെ ചോദ്യമാണ്. യുണൈറ്റഡ് നേഷൻസ് ഓഷ്യൻ കോൺഫറൻസ് ഫ്രാൻസിലെ നൈസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടന്നതല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് പറയുന്നത്. അതിൽ ഒരു ബ്ലൂ 4 ബെറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. 4 ബെറ്റേഴ്സ്, ആ 4 ബെറ്റേഴ്സ് എന്താണ്, FAO പ്രപ്പോസ് ചെയ്ത ആ 4 ബെറ്റേഴ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലും നമുക്ക് 2 ഓപ്ഷനിലേക്ക് എത്താൻ ചിലപ്പം വായിച്ചാൽ നിങ്ങൾക്ക് പറ്റും. ബെറ്റർ കോറൽ റീഫ്സ് അതൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റേണ്ടതാണ്, ബെറ്റർ എസ്റ്റുറീസ് അതൊക്കെ. പക്ഷേ എല്ലാവരും സംശയം വരുന്നത് എ ഓർ ബി ആയിരിക്കും മിക്കവർക്കും സംശയം വരുന്നത്. കാരണം ബെറ്റർ പ്രൊഡക്ഷൻ, ബെറ്റർ ന്യൂട്രീഷൻ, ബെറ്റർ എൻവയോൺമെൻറ്റ്, ബെറ്റർ ഓഷ്യൻ, അതെയോ ബെറ്റർ ലൈഫ് ആണോ വരുന്നത്, ഓപ്ഷൻ ബി ആണോ വരുന്നതെന്നായിരിക്കും മിക്കവാറും എലിമിനേറ്റ് ചെയ്ത് ആ 2 ഉത്തരത്തിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൽ വരുന്നത് ഓപ്ഷൻ ബി ആണെന്ന് ഓർക്കാം. ബെറ്റർ പ്രൊഡക്ഷൻ, ബെറ്റർ ന്യൂട്രീഷൻ, ബെറ്റർ എൻവയോൺമെൻറ്റ്, ബെറ്റർ ലൈഫ് ആണ്, ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് സോഷ്യൽ കോൺഫറൻസ് നൈസ് ഫ്രാൻസിലാണ് നടന്നത്. അതിൽ 4 ബെറ്റേഴ്സ് എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ FAO പ്രപ്പോസ് ചെയ്ത അതിൻ്റെ ഇതാണ് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണെന്ന് ഓർക്കാം.
ഇനി 9ാമത്തെ ചോദ്യമാണ് ലേക്ക് തുർക്കാനയെ പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ലേക്ക് തുർക്കാനയെ പറ്റി കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഡെസേർട്ട് ലേക്ക് ഇൻ ദ വേൾഡ്. ഇത് നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമാണ്. ലാർജസ്റ്റ് ലേക്ക് എന്ന് പറയുന്നത് ലേക്ക് തുർക്കാനയാണ്. അടുത്ത ലേക്ക് സിറ്റുവേറ്റഡ് ഇൻ സൗത്ത് സുഡാൻ എലോങ് ദ ഈസ്റ്റേൺ ഫ്രിഡ്ജ് ഓഫ് സഹാറ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇത് ശരിക്കും ഈസ്റ്റേൺ ആഫ്രിക്കയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഓപ്ഷൻ 2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പം തന്നെ ഓപ്ഷൻ എ ഓർ ബിയിലേക്ക് നമ്മൾ പോകും. പിന്നെ ദ ലേക്ക് ഈസ് ലിസ്റ്റഡ് ആസ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആൻഡ് ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് ജെയ്ഡ് സീ. കറക്റ്റാണ്. ഇതിന് ഗ്രീൻ കളറാണ് ഈ സീക്കുള്ളത്, ആൽഗയുടെ ഇതൊക്കെ കാരണം. അപ്പം അതിനെ ജെയ്ഡ് സീ എന്ന് വിളിക്കാറുണ്ട്. അപ്പം 1 and 3 ആണ് ഇതിൻ്റെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് ഓർക്കുക. 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞത് തന്നെ ഒത്തിരി ബി വന്നു അല്ലേ. അത് ഇടയ്ക്ക് ഒരു നമ്പർ ഏതെങ്കിലും എയോ ബിയോ സിയോ ഡിയോ അങ്ങനെ UPSC ഒരു ഫോർമാറ്റ് ഉള്ളതാണ്. എന്നും വരുമ്പോൾ ആ ഫോർമാറ്റ് ശരിക്കും കറക്റ്റ് ഒരു നമ്പർ വരുമ്പോഴത്തേനും മീൻസ് അങ്ങനെ ഒരു ഏതൊരു പാറ്റേൺ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അങ്ങനെ ഒരു പാറ്റേൺ സാധാരണ കാണുന്നതാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഉത്തരം ബി ആണെന്ന് ഓർക്കുക. 1 and 3 ആണ്. ഓക്കെ, ഇനി 10ാമത്തെ ചോദ്യമാണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫസ്റ്റ് പ്ലാൻ വിവോ സർട്ടിഫൈഡ് റിഡ്യൂസിംഗ് എമിഷൻസ് ഫ്രം ഡിഫോറസ്റ്റേഷൻ ആൻഡ് ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ REDD+ പ്രൊജക്ട് ഇൻ ഇന്ത്യ. ഇത് മീൻസ് REDD+നെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് മിക്കവരും പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. അങ്ങനെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു സംഭവമല്ല. ഇത് കാസി ഹിൽസ് കമ്മ്യൂണിറ്റി REDD+ പ്രോജക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ്. ഇത് ശരിക്കും 2011 തുടങ്ങി 2013 അത് വരുന്നത്. കാസി ഹിൽസ് കമ്മ്യൂണിറ്റി REDD+ പ്രോജക്റ്റ് എന്ന് പറയുന്നത് 2013 വന്നു. ഓക്കെ, അതായത് നമ്മുടെ മറ്റേ ഇപ്പോൾ GIHS ഞാൻ പറഞ്ഞല്ലോ, ഗ്ലോബലി ഇമ്പോർട്ടൻറ്റ് അഗ്രികൾച്ചർ ഹെറിറ്റേജ് സിസ്റ്റം, അത് 2011 ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സൈറ്റ് വരുന്നത്. ഏതായിരുന്നു? പാമ്പൂർ റീജിയൻ അല്ലേ. പാമ്പൂർ റീജിയൻ ജമ്മു കാശ്മീരിൽ അതായിരുന്നു. അതിനുശേഷം 2011 അത് വന്നു. 12 കൊരാപ്പുട്ട് റീജിയൻ അത് വന്നു ഒഡീഷയിലെ. അതുപോലെ 2013 ഏതായിരുന്നു? കുട്ടനാട് വന്നു അല്ലേ. കുട്ടനാട് റീജിയൻ 3 എണ്ണമാണ് GIHSലുള്ളത്. അതുപോലെ ഒരു സംഭവമാണ് REDD+ൽ ആദ്യം വന്നത് കാസി ഹിൽസ് കമ്മ്യൂണിറ്റി REDD+ പ്രോജക്റ്റ് ആണ്. ഓക്കെ, ഇനി 10ാമത്തെ ചോദ്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി പറയുന്നത് 11ാമത്തെ ചോദ്യമാണ്. ഇതും കണ്ടോ, സ്റ്റേറ്റ്മെൻറ്റ് വാലിഡേറ്റ് ചെയ്തുള്ള സംഭവമാണ്. ഇച്ചിരി സമയം എടുക്കുന്നതാണ്. അപ്പം കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് റെഫറൻസ് ടു ഇന്ത്യസ് റെസ്പോൺസ് ടു ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യസ് ലോങ് ടേം ലോ എമിഷൻസ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി LT-LETS ഈസ് എ ക്രൂഷ്യൽ ടൂൾ ഫോർ അച്ചീവിംഗ് നെറ്റ് സീറോ എമിഷൻസ് ബൈ 2070. ഇത് പക്ഷേ വായിക്കുമ്പോൾ 2070 നമുക്ക് നോക്കുമ്പോൾ അതിൽ എത്ര മിസ്റ്റേക്ക് ഒന്നും തോന്നുന്നില്ല. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇന്ത്യസ് 4th ബൈനിയൽ അപ്ഡേറ്റ് റിപ്പോർട്ട് BUR4 submitted in December 2024 recorded around 8% decrease in greenhouse gases emissions in 2020 over 2019. ഇതിൽ പക്ഷേ കുറേ ഡേറ്റയൊക്കെ തന്നിട്ടുണ്ടല്ലേ, അത് നോക്കാം. അവിടെ നിൽക്കട്ടെ. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പോകാം. ക്ലൈമറ്റ് റെസിലിയൻറ്റ് ഡെവലപ്മെൻറ്റ് നെസസറിലി ഡിപ്പെൻഡ്സ് ഓൺ ക്വിക്ക് ആൻഡ് ഷോർട്ട് ടേം അച്ചീവ്മെൻറ്റ് ഓഫ് എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ്. അത് കേൾക്കുമ്പോൾ നമുക്കറിയാം ആ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ക്വിക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം, വാലിഡേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് എംപിരിക്കലി സപ്പോർട്ടഡ് ബൈ സ്റ്റേറ്റ്മെൻറ്റ് 2. അതിൽ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല, അത് ആകാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇനി 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ് 3 കോൺട്രഡിക്ട്സ് ദ അപ്രോച്ച് ഇംപ്ലിസിറ്റ് ഇൻ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അത് നമുക്ക് ഉറപ്പിക്കാം, 100% നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതാണ് ഈ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയതെന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ഓർ സി. ഇനി നമുക്ക് അതിലേക്ക് പോകാൻ പറ്റും. ഓപ്ഷൻ ബി ഓർ സിയിലേക്ക് നമുക്ക്, അതായത് എയും ഡിയും അല്ല, ഉറപ്പാണ് BO CO പോകാം. ഇനി 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 3 ടുഗദർ എസ്റ്റാബ്ലിഷ് ദ പ്രെമിസ് ഓഫ് ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. ഒരിക്കലും വരുന്നില്ലല്ലോ, അങ്ങനെ വരാൻ പറ്റുമോ? സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 3 സ്റ്റേറ്റ്മെൻറ്റ് 1 ഏതായിരുന്നു? സ്റ്റേറ്റ്മെൻറ്റ് 1 and 3 ടുഗദർ എസ്റ്റാബ്ലിഷ് ദ പ്രെമിസ് ഓഫ് ലോങ് ടേം സസ്റ്റൈനബിലിറ്റി എന്ന് പറയാൻ പറ്റുമോ അവിടെ? ഓക്കെ, വെയിറ്റ് നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ടുഗദർ എസ്റ്റാബ്ലിഷ് ദ പ്രെമിസ് ഓഫ് ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. 3 വരത്തില്ല. 3 എന്തായാലും വരാൻ പറ്റത്തില്ല. 3 വരാൻ പറ്റത്തില്ല. അപ്പോൾ 3 എന്നുള്ള ഓപ്ഷനും കൂടെ നമ്മളിവിടെ 2ഉം 3 നമ്മൾ ബിയും സിയിലും വന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ 3 നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. 3 എലിമിനേറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതാ ഓപ്ഷൻ ഉള്ളൂ? ബി ആണ്. അപ്പം നമുക്ക് ബിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. 1 and 2 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. കാരണം ഇവിടെ നിങ്ങൾക്ക് മറ്റേ ആ ഡേറ്റ പോലും കറക്റ്റ് ആണോ എന്ന് നോക്കേണ്ടതില്ല. എലിമിനേറ്റ് ചെയ്ത് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഈസി എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും നമ്മൾ കോമൺ സെൻസും ഇതെല്ലാം ഉപയോഗിച്ചാൽ ആ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മറ്റേ അതിലെ ഫാക്ട്സ് ഒന്നും അറിയില്ലെങ്കിൽ പോലും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അപ്പം ബി ആണെന്ന് ഓർക്കാം. 1 and 2 ആണ്. ഓപ്ഷൻ ബി ആണ്. 1 and 2 ആണ്. ഓക്കെ, അപ്പം അങ്ങനെയും ചെയ്യാൻ പറ്റും ഞാൻ പറയും. പക്ഷേ എക്സാം ഹാളിലെ പ്രഷറും സംഭവങ്ങളും വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. അത് ടൈം മാനേജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണെന്ന് ഓർക്കാം. ഓക്കെ, അടുത്തത് വെസ്റ്റേൺ ഹ്യൂലോക്ക് ഗിബോൺസിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എ സാങ്ച്വറി ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഈസ് ഹോം ടു ദിസ് 8 സ്പീഷീസ് ലിസ്റ്റഡ് ആസ് എൻഡേഞ്ചേർഡ് ഇൻ ദ ഇന്റർനാഷണൽ യൂണിയൻ. എൻഡേഞ്ചേർഡ് ആണ് ഇതിൻ്റെ IUCN സ്റ്റാറ്റസ്. അത് ഏത് സ്റ്റേറ്റിലാണെന്ന് വെച്ചാൽ ആസാമിലാണല്ലേ. ഹ്യൂലോക്ക് ഗിബോൺ സാങ്ച്വറി ഒക്കെ ആസാമിലാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി ദേ ഹാവ് സ്പെഷ്യലൈസ്ഡ് ബ്രാച്ചിയേഷൻ ആൻഡ് ക്യാൻ ഈസിലി സ്വിങ് ബിറ്റ്വീൻ ട്രീസ്. കറക്റ്റാണ്, സ്വിങ് ചെയ്യാനൊക്കെ പറ്റും. ദേ പോസസ് എ സ്ട്രോങ് ആൻഡ് ഹെവി ബിൽഡ് ലൈക്ക് ഗൊറില്ലാസ്. അല്ല, ഇത് ചെറുതാണ്, ഗൊറില്ല പോലെയൊന്നും അല്ല. ഏറ്റവും റിമാർക്കബിളി അഗെയിൽ
ട്രീ ക്ലൈംബേഴ്സ് എന്ന് പറയുന്നത് തെറ്റാണ്. ഓപ്ഷൻ 3 തെറ്റാണ്. 3 തെറ്റെന്ന് പറയുമ്പോൾ എ ഓർ ബി ആണ്. നമ്മൾ പറഞ്ഞു 1ഉം 2ഉം കറക്റ്റാന്ന് പറഞ്ഞു. ഇതും ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി തന്നെയാണ് 12ൻ്റെയും ഉത്തരം എന്ന് ഓർക്കുക. 1 and 2 ആണ്. ഓക്കെ, ഇനി 13ാമത്തെ ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ദ റേഷണൽ ഫോർ പ്രൊട്ടക്ടിങ് മാംഗ്രോ എക്കോസിസ്റ്റം ഇൻ ദ കണ്ടസ്റ്റ് ഓഫ് ക്ലൈമറ്റ് റെസീലിയൻസിനെ പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാംഗ്രോ എക്കോസിസ്റ്റം പ്രൊട്ടക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മാംഗ്രോ reduce tidal energy and store fresh water, making them ideal sites for paddy cultivation in saline estuarine belts. അങ്ങനെ സംഭവിക്കുമ്പോൾ മാംഗ്രോവ് മീൻസ് മോശമാവുകയല്ലേ ചെയ്യുന്നത്, മീൻസ് അത് മാംഗ്രോവിന് നല്ലതല്ല. അപ്പോൾ ഒരിക്കലും അത് വരത്തില്ല. ഓപ്ഷൻ 1 അപ്പോൾ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ദേ ആർ സാൾട്ട് സെൻസിറ്റീവ് റൂട്ട്സ് ഫിൽട്ടർ സീ വാട്ടർ മേക്കിംഗ് മാംഗ്രോവ്സ് കീ ടു കൺവേർട്ടിംഗ് കോസ്റ്റൽ ലാൻഡ് ഇൻ ടു ഫ്രഷ് വാട്ടർ അഗ്രികൾച്ചർ സോൺസും. അതും മാംഗ്രോവ്സിന് മോശമായിട്ടാണ് വരുന്നത്. അപ്പം അതൊരിക്കലും പോസിബിൾ അല്ല. അപ്പം 2ഉം നമുക്ക് കളയാം. അപ്പം പിന്നെ ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ. വായിക്കേണ്ട കാര്യമില്ല ശരിക്കും. ബൈ വിത്ത്സ്റ്റാൻഡിംഗ് ടൈഡൽ സർച്ച് ആൻഡ് ഓഫറിംഗ് ബയോമാസ് റിസോഴ്സസ് മാംഗ്രോവ്സ് ഫംഗ്ഷൻ ബോത്ത് ആസ് നാച്ചുറൽ ബയോഷീൽഡ് ആൻഡ് ലൈവ്ലിഹുഡ് ബേസിസ് ഫോർ റൂറൽ കമ്മ്യൂണിറ്റീസ്. അത് മാത്രമാണ് ഒരു പോസിറ്റീവായിട്ട് ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പം ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് ഓർക്കുക. 13ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി 14ാമത്തെ ചോദ്യമാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിനെ പറ്റിയാണ് ചോദിക്കുന്നത്, നമ്മുടെ സ്വന്തം വിഴിഞ്ഞത്തെ പറ്റി. അപ്പം അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ്റർനാഷണൽ റെപ്രസെൻറ്റ് സ്ട്രക്ചറൽ ഷിഫ്റ്റ് ഇൻ ഇന്ത്യസ് മാരിടൈം ട്രേഡ് ആൻഡ് ലോജിസ്റ്റിക് പോളിസിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഫംഗ്ഷനിങ് എക്സ്ക്ലൂസീവ്ലി, അതിൽ തന്നെ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുമല്ലേ, എ ഡൊമസ്റ്റിക് കാർഗോ ഹബ്ബ് അങ്ങനെയൊന്നും അല്ല, എക്സ്ക്ലൂസീവ്ലി ആണ്. അവിടെ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ വന്നു. അതൊപ്പം തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. റിലയൻസ് ഓൺ കോസ്റ്റൽ ഷിപ്പിംഗ് ആൻഡ് എലിമിനേറ്റ് ദ നീഡ് ഓഫ് ഫോറിൻ കൊളാബറേഷൻ. അതൊക്കെ മണ്ടത്തരമാണല്ലേ. നമ്മുടെ ഇവിടെ എന്താ 2024 ശരിക്കും ഏത് ദിവസമാണ്? ജൂലൈ 11 ഇവിടെ ഫസ്റ്റ് മദർഷിപ്പ് വരുന്നത് അല്ലേ. സിയാമൻ പോർട്ട് ചൈനയിൽ നിന്ന് വരുന്നു, സാൻ ഫെർണാണ്ടോ എന്ന് പറഞ്ഞ ഷിപ്പ്. അപ്പോൾ ഫോറിൻ കൊളാബറേഷൻ ഇല്ല അങ്ങനെയൊക്കെ പറയുന്നത് തന്നെ പൊട്ടത്തെറ്റാണല്ലേ, അത് തെറ്റാണ്. ബൈ ഫോക്കസിങ് പ്രൈമർലി ഓൺ പാസഞ്ചർ ക്രൂസ് ടൂറിസം ആൻഡ് ഹെറിറ്റേജ് ഷിപ്പിംഗ് ടു ഇൻക്രീസ് കേരളാസ് പ്രൊഫൈൽ ആസ് എ മാരിടൈം ഹെറിറ്റേജ് ഡെസ്റ്റിനേഷൻ. അതും അങ്ങനെയൊന്നുമല്ല. ഇത് ശരിക്കും എന്താണ്? 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ, 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ഇല്ല. അപ്പം തന്നെ ഓപ്ഷനിലേക്ക് പോകാം. 3ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബൈ ലിവറേജിങ് ഇറ്റ്സ് നാച്ചുറൽ ഡീപ് ഡ്രാഫ്റ്റ് ആൻഡ് സ്ട്രാറ്റജിക് ലൊക്കേഷൻ ടു റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്സ്, എൻഹാൻസ് റവന്യൂ റിട്ടൻഷൻ ആൻഡ് റിപ്പോസിഷൻ ഇന്ത്യ ഇൻ റീജിയണൽ മാരിടൈം ട്രേഡ്. അതാണ് കറക്റ്റായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് എന്ന് ഓർക്കുക. 3 ഒള്ളിയാണ് ഇതിൻ്റെ ഉത്തരം എന്ന് ഓർക്കുക. ഓക്കെ, ഇതെല്ലാം എക്സാം ഹാളിലിരുന്ന് ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. ശരിയാണ്. ഓക്കെ, അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 15ാമത്തെ ചോദ്യമാണ്, ഐഡൻറ്റിഫൈ ദ റിവർ ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഇതിൽ ഏത് റിവർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഓരോ ചോദ്യം എടുത്ത് നമുക്ക് ഇപ്പം പറയാം. ഇറ്റ് ഒറിജിനേറ്റ് ഇൻ ദ ടിബറ്റൻ പ്ലേറ്റോ എന്നുള്ള കാണുമ്പോൾ തന്നെ നമുക്ക് ടിബറ്റൻ പ്ലേറ്റോയിൽ നിന്നല്ല തീസ്ത ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് സിക്കിമിൽ നിന്നാണല്ലേ. അപ്പോൾ അത് തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും, തീസ്ത കളയാൻ പറ്റും. അങ്ങനെ ഓരോന്നും വായിച്ച് എലിമിനേറ്റ് ചെയ്യാനാണ് സാധിക്കുന്നത്. പിന്നെ അതുപോലെ ഇൻഡസ് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. ഇൻഡസ് 3 രാജ്യങ്ങളല്ല 4 രാജ്യമാണ്. അത് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ ആൻറ്റിസൺ ഡ്രെയിനിങ് സിസ്റ്റം, അതിപ്പം ബ്രഹ്മപുത്ര സത്ലജ് വരാം. പിന്നെ ഇറ്റ് ഡസ് നോട്ട് ഫോം ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് പറയുമ്പോൾ സത്ലജിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെ ടിബറ്റൻ പ്ലേറ്റോയിൽ ഒറിജിനേറ്റ് ചെയ്ത് 3 കൺട്രീസിൽ കൂടെ ശരിക്കും സത്ലജ് നോക്കുമ്പോൾ 3 കൺട്രീസ് ഉണ്ടല്ലേ. ഏതൊക്കെയുണ്ട്? ചൈനയുണ്ട്, ഇന്ത്യയുണ്ട് അല്ലേ, ഇന്ത്യയുണ്ട്. ഓക്കെ, സത്ലജ്, ഇന്ത്യ, പാകിസ്ഥാൻ അല്ലേ. ഓക്കെ, പാകിസ്ഥാനുണ്ട്. അപ്പം സത്ലജാണ് ഇതിൻ്റെ ഉത്തരം എന്ന് ഓർക്കുക. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, ഇതൊക്കെ എക്സാം ഹാളിൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്, ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ സത്ലജാണ്. ഇതൊക്കെ സംശയം വന്ന ചോദ്യങ്ങളായിരിക്കും മിക്കവർക്കും, ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സത്ലജാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, 15. ഇനി 16ാമത്തെ ചോദ്യം, ഇത് PSCയിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. നോട്ട് കറക്റ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പക്ഷേ കറക്റ്റ് എന്ന് പെട്ടെന്ന് നമ്മൾ കയറി കറക്റ്റ് കൊടുത്ത് തെറ്റിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. ഉത്തർപ്രദേശ് ഷെയർസ് ഇസ് ബൗണ്ടറി വിത്ത് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് അതർ ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. ഏറ്റവും കൂടുതൽ സ്റ്റേറ്റുകളുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത് ഉത്തർപ്രദേശാണ്. 8 സ്റ്റേറ്റും ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ടാണ് ഉത്തർപ്രദേശ് ബോർഡർ ഷെയർ ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരുന്നുണ്ട്? ഉത്തരാഖണ്ഡ് ഉണ്ട്, ഹിമാചൽ പ്രദേശ് ഉണ്ട്, ഹരിയാനയുണ്ട്, ഡൽഹി ഉണ്ട്, രാജസ്ഥാനുണ്ട്, പിന്നെ ഏതാണ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബീഹാർ. അങ്ങനെ ഇത്രയും സ്റ്റേറ്റുമായിട്ടാണ് മീൻസ് ഉത്തർപ്രദേശ്, അതായത് 8 സ്റ്റേറ്റും ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ടാണ് ഉത്തർപ്രദേശ് സ്റ്റേറ്റ് ബോർഡർ ഷെയർ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ സ്റ്റേറ്റ് മറ്റ് സ്റ്റേറ്റുകളുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത് ഉത്തർപ്രദേശാണ്. അതുപോലെ രാജസ്ഥാൻ ഷെയർസ് ദ ലോങ്ങസ്റ്റ് ഇൻ്റർനാഷണൽ ബോർഡർ എമംഗ് ഓൾ ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. രാജസ്ഥാൻ അല്ല. ഏത് സ്റ്റേറ്റാണ്? രാജസ്ഥാൻ അല്ല. അത് വെസ്റ്റ് ബംഗാൾ ആണെന്ന് ഓർക്കുക. അത് വെസ്റ്റ് ബംഗാളാണ് ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ ബോർഡർ ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ സിക്കിം ഈസ് ദ ഒൺലി സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് നോട്ട് കറക്റ്റ് ആണ്. അപ്പോൾ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് കറക്റ്റ് ആണ്. 1 കറക്റ്റാന്ന് പറഞ്ഞു. ഓക്കെ,
അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റിന് ഇൻകറക്റ്റ് ആണ്. സിക്കിം ഈസ് ദ ഓൺലി സ്റ്റേറ്റ് ദാറ്റ് ഷെയർസ് ഇറ്റ്സ് ബൗണ്ടറി വിത്ത് ജസ്റ്റ് വൺ അതർ ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സിക്കിം വെസ്റ്റ് ബംഗാളുമായിട്ട് മാത്രമേ ബോർഡർ ഷെയർ ചെയ്യുന്നുള്ളൂ. അതുപോലെ ഒരു സ്റ്റേറ്റും കൂടെയുണ്ട്, ഏതാണ്? മേഘാലയ ആസാമുമായിട്ട് മാത്രമാണ് ബോർഡർ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 2 സ്റ്റേറ്റ് അങ്ങനെയുണ്ട്. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ 2ഉം 3ഉമാണ് തെറ്റ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. പക്ഷേ ഇവിടെ പലർക്കും അബദ്ധം പറ്റുന്നത് നോട്ട് കറക്റ്റ് എന്നുള്ളത് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് വണ്ണുള്ളി കൊടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഉത്തർപ്രദേശ് ഷെയർസ് ഇസ് ബൗണ്ടറി വിത്ത് ഹൈസ്റ്റ് നമ്പർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നുള്ള ആ ഉത്തരത്തിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് നോട്ട് കറക്റ്റ് ശ്രദ്ധിക്കാതെ. അപ്പം അതും ഇതാണ് ട്വിസ്റ്റ്. ഈ എക്സാമിൻ്റെ പ്രഷറിൽ നമുക്ക് പല അബദ്ധങ്ങളും പറ്റുന്നതാണ്. അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ബൗണ്ടറീസിനെ പറ്റി ഞാൻ പറഞ്ഞപ്പം ഇന്റർനാഷണൽ ബൗണ്ടറീസ് UPSC ചോദിക്കുന്നതിനെ പറ്റി ഞാൻ സൂചിപ്പിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ബോർഡർ ഏതാണ്? USA കാനഡയാണ്. 49th പാരലലാണെന്ന് പറഞ്ഞു. അതുപോലെ ഏറ്റവും ചെറുത് മൊറോക്കോ സ്പെയിനാണെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ടൈം സോൺസ് ഉള്ളത് 12 ടൈം സോൺ ഉള്ളത് മീൻസ് ഫ്രാൻസിലാണ്. സിംഗിൾ കണ്ടിജൻസ് ലാൻഡ് മാസിലുള്ളത് റഷ്യക്കാണ്. അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ബോർഡറിൽ അതുപോലെ തന്നെ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇവിടെ ചോദിച്ചത്. പക്ഷേ അത് രാജ്യത്തിൻ്റെ സംഭവമാണ് ചോദിച്ചതെന്ന് ഓർക്കുക. അപ്പം പണ്ടും ചോദിച്ചിട്ടുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ബോർഡർ ഷെയർ ചെയ്യുന്നത് ഇന്ത്യ ഏത് രാജ്യമായിട്ടാണ്? ബംഗ്ലാദേശുമായിട്ടാണ്. അതുപോലെ ഏറ്റവും കുറവ് ഏതാണ്? അഫ്ഗാനിസ്ഥാനാണല്ലേ. അതുപോലെ ഏറ്റവും കൂടുതൽ ബോർഡർ ഷെയർ ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യം ഇന്ത്യ ആയിട്ട് ഷെയർ ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് വെച്ചാൽ ചൈനയായിരുന്നു അല്ലേ. അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഇത് ശരിക്കും PSCയിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതൊക്കെ, ഈ ചോദ്യങ്ങളൊക്കെ. അപ്പം ഇതിൻ്റെ ഉത്തരം നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതായിരുന്നു? നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചത്. 2 and 3 ആണല്ലേ. ഓപ്ഷൻ സി ആയിരുന്നു. 2 and 3 ആണ് നോട്ട് കറക്റ്റ്, തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത 17ാമത്തെ ചോദ്യമാണ്. Which of the following statements with regard to the arrival of Amur falcons at Doyang Lake in Nagaland each year from Mongolia is correct? ഓക്കെ, അമൂർ ഫാൽക്കോൺ എന്ന് പറഞ്ഞാൽ എന്താ? ലീസ്റ്റ് കൺസേൺ ബേർഡാണ്, ലീസ്റ്റ് കൺസേൺ ആണ്. ശരിക്കും മീൻസ് മണിപ്പൂരിലൊക്കെ അല്ലേ ഫാൽക്കോൺ ഫെസ്റ്റിവലൊക്കെ നടക്കാറുണ്ടല്ലേ. അമൂർ ഫാൽക്കോൺ ഫെസ്റ്റിവലൊക്കെ മണിപ്പൂരൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ ഇറ്റ് ഷോ കേസസ് ഹൗ സസ്റ്റെയിൻഡ് ലോക്കൽ കൺസർവേഷൻ എഫേർട്സ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ അറൈവൽ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഇന്റർനാഷണൽ മൈഗ്രേറ്ററി ബേർഡ്സ്. അത് കറക്റ്റാണ്. അത് അമൂർ ഫാൽക്കോണുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഒന്ന് കറക്റ്റാണ്. അപ്പം C and D ഒക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഇറ്റ് റിഫ്ലെക്ട്സ് ദ ഗ്ലോബൽ സക്സസ് ഓഫ് അഡ്വാൻസ്ഡ് ട്രാക്കിംഗ് ടെക്നോളജീസ് ദാറ്റ് ഗൈഡ് മൈഗ്രേറ്ററി ബേർഡ്സ് ബാക്ക് ടു ദെയർ സ്റ്റോപ്പ് ഓവർ സൈറ്റ്സ്. മൈഗ്രേറ്ററി ബേർഡ്സിന് വഴിയൊന്നും പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഓപ്ഷൻ 2 നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. 1 കറക്റ്റാണ്, 2 തെറ്റാണ്. ഓക്കെ, അപ്പം തന്നെ നമുക്ക് ആൻസർ 3 ഉള്ളി. ഓക്കെ, 1 ഉള്ളി ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇറ്റ് കൺഫേംസ് അമൂർ ഫാൽക്കൺസ് ഹാഡ് അഡാപ്റ്റഡ് പെർമനന്റ് റെസിഡൻസി ഇൻ ഇന്ത്യ ടു ഫേവറബിൾ ഹാബിറ്റാറ്റ് ചേഞ്ച്. അതൊക്കെ മണ്ടത്തരമായ ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഓപ്ഷൻ A ആണ്. 1 ഉള്ളിയാണ് ഇതിൻ്റെ ഉത്തരം. 17ൻ്റെ ഉത്തരം 1 ഉള്ളിയാണെന്ന് ഓർക്കുക. ഓപ്ഷൻ A ആണ്. ഓക്കെ, അപ്പോൾ അമൂർ ഫാൽക്കൺ ലീസ്റ്റ് കൺസേൺ ആണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പം അതിൻ്റെ കാര്യം പറഞ്ഞു. ഓപ്ഷൻ A ആണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത് 18ാമത്തെ ചോദ്യമാണ്. റെയിൻഫഡ് ഏരിയ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് അണ്ടർ നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ശരിക്കും റെയിൻഫഡ് ഡെവലപ്മെൻറ്റ് മീൻസ് റെയിൻഫഡ് ഏരിയ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 2011 തുടങ്ങിയതാണ്. അത് പിന്നെ 2014-16 പീരീഡിലാണ് നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിൻ്റെ അണ്ടറിലേക്ക് വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എൻകറേജിങ് മോണോകൾച്ചർ ഇൻ റെയിൻഫഡ് ഏരിയാസ്. മോണോകൾച്ചർ എന്ന് പറയുമ്പോൾ സിംഗിൾ ക്രോപ്പ് അല്ലേ, അത് ഒരിക്കലും വരത്തില്ല. അപ്പം തന്നെ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഒപ്പം ഓപ്ഷൻ C or D ആണ് ഇവിടെ ഉള്ളത്. നമുക്കിനി ഇൻക്രീസിങ് റൈസ് കൾട്ടിവേഷൻ ഇൻ ഇറിഗേറ്റഡ് റീജിയൻസ്, അത് വരുമോ? ഇല്ല, കാരണം റൈസ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ഇൻറ്റൻസീവ് ആയ സംഭവമല്ലേ. അത് അവിടെ ഈ റെയിൻഫഡ് ഏരിയ ഡെവലപ്മെൻറ്റിൽ വെക്കാൻ സാധ്യതയില്ലാത്തൊരു സംഭവമാണ്. അപ്പം രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ. 3 ഉള്ളിയാണ് ഉത്തരം. എൻഹാൻസിങ് പ്രൊഡക്ടിവിറ്റി ആൻഡ് മിനിമൈസിങ് ക്ലൈമറ്റിക് റിസ്ക് ത്രൂ ഇൻറ്റിഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റംസ് ആണ്. ഓപ്ഷൻ 3 ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് ഓർക്കുക. ഓപ്ഷൻ D ആണ് ഇതിൻ്റെ ഉത്തരമെന്ന് ഓർക്കുക. ഓക്കെ, അടുത്തത് 19ാമത്തെ ചോദ്യമാണ്. ഇത് വലിയ ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ ഓർക്കും, പക്ഷേ ഇത് നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഈ ചോദ്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇംപ്ലിക്കേഷൻ ഓഫ് ഒബ്റ്റൈനിങ് OCO-TEX സർട്ടിഫിക്കേഷൻ ഫോർ എറി സിൽക്ക് ഇൻ ദ ഗ്ലോബൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. എറി സിൽക്ക് എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലൊക്കെ ഉള്ള സിൽക്ക് അല്ല. എറി സിൽക്ക് മേഘാലയ എന്നുള്ള എറി സിൽക്കിന് GI ടാഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് അലോസ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ടു കോമ്പീറ്റ് ഇൻ ഹൈ എൻഡ് മാർക്കറ്റ്സ് ദാറ്റ് പ്രയോറിറ്റൈസ് കെമിക്കൽ ഫ്രീ പ്രൊഡക്ട്സ്. അതിൽ അങ്ങനെ മിസ്റ്റേക്ക് ഒന്നും തോന്നുന്നില്ല, അത് കറക്റ്റാണല്ലേ. കറക്റ്റാണ്. ഇറ്റ് കൺഫേംസ് ദാറ്റ് എറി സിൽക്ക് മീറ്റ് ഇന്റർനാഷണൽ സേഫ്റ്റി, എൻവയോൺമെന്റൽ ആൻഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എനേബിളിംഗ് ഇറ്റ്സ് എൻട്രി ഇൻടു പ്രീമിയം എക്കോ കോൺഷ്യസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. 2 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പക്ഷേ ഈ സമയത്ത് ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചിലപ്പം ബാക്കിയുള്ള ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ചിലപ്പം വായിക്കാൻ പോലും ചിലപ്പം സമയം കിട്ടി കാണില്ല, അതൊക്കെ ചിലപ്പോൾ മിസ്സായി പോവാം. അപ്പോൾ ഇത് കറക്റ്റാണ്. 2 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓപ്ഷൻ C ആണ് ഇതിൻ്റെ ഉത്തരം. 19ൻ്റെ ഉത്തരം ഓപ്ഷൻ C ആണ്. ഓക്കെ, ഇനി 20ാമത്തെ ചോദ്യമാണ്. ഷിപ്സ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഹാവ് ടു ക്രോസ് ദ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ടു റീച്ച് ഔട്ട് ടു ദ ഇന്ത്യൻ ഓഷ്യൻ? ഇതൊരു നല്ല ചോദ്യമായിരുന്നു. കാരണം നോർമലി നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് പഠിച്ചു വെക്കുന്നത് ഇറാൻ, ഒമാൻ, UAE ഇതൊക്കെയാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൻ്റെ പാസ് ചെയ്യുന്ന കൺട്രീസ് എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ ചോദിച്ചിരുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ, റീച്ച് ഔട്ട് ഇന്ത്യൻ ഓഷ്യനിലേക്ക് കടക്കാൻ
സാധിക്കുന്നത് മീൻസ് ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് അതുവഴി മാത്രം പോകാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ നല്ലൊരു ചോദ്യമായിരുന്നു. അത് ബഹ്റിനും ഖത്തറുമാണ്. ഓപ്ഷൻ 1 and 3 ആണ്. ഓപ്ഷൻ ബി ആണ് 1 and 3 ആണെന്ന് ഓർക്കാം. ഓപ്ഷൻ 1 and 3 ആണ്. അത് മാപ്പ് ശ്രദ്ധിക്കും പറയാം. നല്ല ക്വസ്റ്റൻ ആയിരുന്നു. കാരണം ഇങ്ങനെ മീൻസ് മാപ്പ് പഠിക്കുമ്പോഴും നമ്മൾ ഇങ്ങനെ ഇത് ശ്രദ്ധിക്കണം. അപ്പം ഇതിൽ നമ്മൾ പറയാം ബഹ്റിനും ഖത്തറും എവിടെയാണ്? ബഹ്റിൻ ഖത്തർ ഇവിടെ കണ്ട്. അപ്പം അവിടുന്ന് പുറത്തേക്ക് മീൻസ് സ്റ്റേറ്റ് ഓഫ് ഫോർമസിൽ നിന്ന് ഇന്ത്യൻ ഓഷ്യനിലേക്ക് എത്താൻ അവർക്ക് ആ വഴി മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പം അത് ഓപ്ഷൻ നല്ല ക്വസ്റ്റൻ ആയിരുന്നു. ഇതൊരു നല്ല ക്വസ്റ്റൻ ആയിരുന്നു. അപ്പം ഓപ്ഷൻ ബി ആണെന്ന് ഓർക്കാം. 1 and 3 ആണ് ഉത്തരം. ഓക്കെ, ഹോർമസിൻ്റെ നമ്മൾ കൺട്രീസ് നമ്മൾ അല്ലാതെ പഠിച്ചു വെക്കും അല്ലേ? ഇറാൻ, UAE, ഒമാൻ എന്നൊക്കെ പഠിച്ചു വെക്കും അല്ലേ? ഇതൊരു നല്ല ചോദ്യമായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തത് ഒരു അസേർഷനാണ് പറയുന്നത്. ഇൻ പ്ലിസ്റ്റോസിൻ പീരീഡ് എയ്തർ ദ യമുന വൺസ് ഫ്ലോയിഡ് ഇൻറ്റു ദ ഇൻഡസ് ഓർ ദ സത്ലജ് ഫ്ലോയിഡ് ഇൻറ്റു ദ യമുന ആൻഡ് ദ വൺ മേജർ ട്രിബ്യൂട്ടറി ഓഫ് എയ്തർ ഹാഡ് ഷിഫ്റ്റഡ് ഫ്രം ദ ഗംഗ ടു ദ ഇൻഡസ് ഓർ വൈസ് വേഴ്സ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ ദ ബേസിസ് ഓഫ് ദ എബോവ് അസേർഷൻ. അതാ ഈ സെൻറ്റൻസ് നോക്കി തന്നെ പറയണം. ദ നദി സുക്ത ഓഫ് ഋഗ്വേദ അതവിടെ നിൽക്കട്ടെ. ദ എക്സ്പ്ലോറേഷൻ ഓഫ് സത്ലജ് ആൻഡ് ദ യമുന ബൈ റോബർട്ട് ബ്രൂസ് ഫോർട്ട് അതവിടെ നിൽക്കട്ടെ. ദ പ്രസൻസ് ഓഫ് ദ സെയിം സ്പീഷീസ് ഓഫ് ഡോൾഫിൻസ് ഇൻ ബോത്ത് ദ ഇൻഡസ് ആൻഡ് ഗംഗ റിവർ സിസ്റ്റംസ്. അതിനല്ലേ പോസിബിലിറ്റി കൂടുതൽ. ഇവിടെ നോക്കുമ്പോൾ 3 കറക്റ്റാണ്. 3 കറക്റ്റായിട്ട് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പം അത് തന്നെയാണ്. കാരണം എന്താ, ഇവിടെ കറക്റ്റ് ഇൻഡസും ഇതും ഒരുമിച്ച് വന്നതുകൊണ്ടാണ്. കാരണം നമ്മുടെ ഗംഗാറ്റിക് ഡോൾഫിൻ്റെ എന്താണ്? പ്ലാന്റാനിസ്റ്റ ഗംഗാറ്റിക്ക എന്നാണ് നമ്മൾ ഗംഗാറ്റിക് ഡോൾഫിന് പറയുന്നത് അല്ലേ? അതുപോലെ ഇൻഡസ് റിവർ ഡോൾഫിൻ എന്താണ്? ഗംഗാറ്റിക്ക മൈനർ എന്നാണല്ലേ പറയുന്നത്. അപ്പം ഇത് രണ്ടും ഒരു കാലത്ത് ആ പീരീഡിൽ ഒരുമിച്ചായിരുന്നു. അതാണ് ഇങ്ങനെ ഒരു മീൻസ് സെയിം സ്പീഷീസ് വന്നതെന്ന് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ അസേർഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ബെറ്റർ ഏറ്റവും 3 മാത്രമാണ്. വേറൊരു ഓപ്ഷൻ 2, 3 1, 2, 3 അങ്ങനെ ഒരു ഓപ്ഷൻ ഒന്നുമില്ല. അപ്പം ഓപ്ഷൻ ഏറ്റവും ബെറ്റർ ഡിയിലേക്ക് പോകുന്നതാണ്. ഓപ്ഷൻ ഡി ആണെന്ന് ഓർക്കാം. അപ്പം 21ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് എന്ന് ഓർക്കാം. ഓക്കെ, ഇനി 22ാമത്തെ ചോദ്യമാണ്. വാട്ട് ഡസ് ആൻ എംപ്റ്റി സീറ്റ് റെപ്രസെൻറ്റ് ഇൻ ഏർലി ബുദ്ധിസ്റ്റ് ഐക്കണോഗ്രഫി? അത് മെഡിറ്റേഷൻ ഓഫ് ദ ബുദ്ധയാണ്. അത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് തന്നെ പറയാം, ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാം. അപ്പം ഇത് മെഡിറ്റേഷൻ ഓഫ് ദ ബുദ്ധയാണ് എംപ്റ്റി സീറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഓഫ് ഏൻഷ്യൻ ആൻഡ് മോഡേൺ നെയിംസ് ഓഫ് റിവേഴ്സ് ഈസ് ആർ കറക്റ്റ്ലി മാച്ച് ചെയ്തേക്കുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ബുദ്ധിമുട്ട്. ഇപ്പോൾ നമ്മൾ കേരള PSC എന്തൊക്കെയാണ് എപ്പോഴും ചോദിക്കുന്നതാണ്? ബാരിസ്, പമ്പയുടെ പഴയ പേര്, അതുപോലെ എന്താണ് പെരിയാറിൻ്റെ ചൂർണി അല്ലേ, അതുപോലെയൊക്കെ ചോദിക്കാറുണ്ടല്ലേ. ഇതിനെപ്പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഒരെണ്ണം മാത്രമാണ് കറക്റ്റായിട്ടുള്ളൂ. അത് ഓപ്ഷൻ 3 ആണ്. സി ആണ് ഉത്തരം. പരുഷ്ണി രവി കറക്റ്റാണ്. ഓപ്ഷൻ സി കറക്റ്റാണ്. അതേസമയത്ത് വിതസ്ത എന്ന് പറഞ്ഞാൽ ചേലമാണ്. അതുപോലെ അസിക്കിന് തിരിച്ചാണ് കൊടുത്തേക്കുന്നത്, ചേനാബാണ്. എങ്കിൽ ബീസിൻ്റെ പേരെന്തായിരുന്നു? ബീസിൻ്റെ വിപാഷ എന്നായിരുന്നു പേര്. ബീസിൻ്റെ മീൻസ് ഏൻഷ്യൻ പഴയ പേരെന്ന് പറഞ്ഞാൽ വിപാഷയായിരുന്നു. ഈ യവ്യവധി എന്ന് പറയുന്നത് അത് പലതിനും പലത് പറയുന്നുണ്ട്. ശോഭെന്ന് പറയുന്നുണ്ട്, ശോഭെന്ന് അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്. ഇത് പക്ഷേ മൾട്ടിപ്പിൾ ഉത്തരമുണ്ട്. പക്ഷെ നമുക്കത് നോക്കണ്ട. ബീസിൻ്റെ പഴയ പേര് വിപാഷ എന്നാണ്. അപ്പോൾ അത് വരത്തില്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് 3 മാത്രമേ ഉള്ളൂ. സി മാത്രമാണ് ഉത്തരം എന്ന് ഓർക്കുക. ഓപ്ഷൻ സി ആണ് ഇവിടെ വരേണ്ടത്. 23ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്തത് 24ാമത്തെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ ദ അമരാവതി സ്തൂപ ആൻഡ് ഇസ് റിലീഫ് സ്കൾപ്ചർ ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് ലൊക്കേറ്റഡ് ഇൻ ദ ലോവർ കൃഷ്ണ വാലി. ഇതൊരു ചതിയാണ്. കാരണം നമ്മൾ അമരാവതി റിവറിൻ്റെ ട്രിബ്യൂട്ടറീസ് നിങ്ങൾ മീൻസ് ഏത് റിവറിൻ്റെ ട്രിബ്യൂട്ടറി ആണെന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അത് മാത്രം നിങ്ങളുടെ ഓർമ്മയിലുണ്ട്. ചിലപ്പോൾ സ്തൂപ എന്നുള്ളത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അമരാവതി റിവർ ഏതിൻ്റെ ട്രിബ്യൂട്ടറി ആണെന്ന് ചോദിച്ചാൽ അത് കാവേരിയാണ്. പക്ഷേ അമരാവതി സ്തൂപം ഇരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ലോവർ കൃഷ്ണ വാലിയിലാണ്. അപ്പം അതൊരു കൺഫ്യൂഷൻ വരുന്ന സംഭവമാണ്. അപ്പോൾ ഇറ്റ് വാസ് ലൊക്കേറ്റഡ് ഇൻ ദ ലോവർ കൃഷ്ണ വാലി കറക്റ്റാണ്. ഒന്ന് കറക്റ്റാണ്. അപ്പം തന്നെ സി നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഇനി ഇന്ത്യ ഇറ്റ് വാസ് നെക്സ്റ്റ് ഓൺലി ടു ദ സാഞ്ചി സ്തൂപ ഇൻ സൈസ് എന്ന് പറഞ്ഞാൽ സാഞ്ചി സ്തൂപത്തിനേക്കാളും വലിപ്പം ഉണ്ടെന്ന് ഓർക്കാം. ഇവിടെ വലിപ്പം കുറവാണെന്നാണ് പറഞ്ഞത്. സാഞ്ചി സ്തൂപത്തിനേക്കാളും വലിപ്പം അമരാവതി സ്തൂപയ്ക്കാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കളയാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കളഞ്ഞു. 1 കറക്റ്റാണ്. എങ്കിലും എ ഓർ ബിയിലേക്ക് പോകാം. ദ അമരാവതി സ്കൂൾ ഓഫ് സ്കൾച്ചർ മെയ്ഡ് ഓഫ് ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഓൺ ദ ലേറ്റർ സൗത്ത് ഇന്ത്യൻ സ്കൾച്ചർ ആൻഡ് ഇറ്റ്സ് പ്രൊഡക്ട്സ് വെയർ ക്യാരിഡ് ടു ശ്രീലങ്ക ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. അതും കറക്റ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇവിടെ 1 and 3 ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. 1 and 3 ആണെന്ന് ഓർക്കുക. ഓക്കെ, അത് ഞാൻ പറഞ്ഞു അമരാവതി സ്തൂപ, അമരാവതി റിവറിൻ്റെ ട്രിബ്യൂട്ടറി അതൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. പിന്നെ അമരാവതി സ്തൂപ മീൻസ് ആന്ധ്രാപ്രദേശ് ആ റീജിയനിലാണെന്ന് പറഞ്ഞാൽ എന്തായാലും അവിടെ കാവേരി മീൻസ് ഒഴുകത്തിൽ ആ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അവിടെ വരും. ഓക്കെ, അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ചോദ്യം. അതുപോലെ കേസരിയ സ്തൂപ ബീഹാറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്തൂപം എന്ന് ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്തൂപം എന്ന് പറഞ്ഞാൽ കേസരിയ സ്തൂപയാണ്. അതുപോലെ സാഞ്ചി സ്തൂപത്തിനേക്കാളും വലിപ്പമുണ്ട് അമരാവതി സ്തൂപയ്ക്കെന്നും കൂടി ഓർക്കുക. ഓക്കെ, ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഓഫ് ദ കിങ് ആൻഡ് ഹിസ് ഡൈനാസ്റ്റി ഇൻ ഏർലി ഹിസ്റ്റോറിക്കൽ തമിഴകം നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ആണ്? ഇവിടെ കറക്റ്റായിട്ട് ചെയ്തിരിക്കുന്നത് സെങ്കുട്ടവൻ ചേര കറക്റ്റാണ്, നെടുഞ്ചോലിയൻ പാണ്ഡ്യ കറക്റ്റാണ്, ഉടിയന്നറൽ എന്ന് പറയുന്നത് ചോളയല്ല ചേരയാണ്. അപ്പോൾ അതാണ് തെറ്റെന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് ഓർക്കുക. 2 only എന്നുള്ളതാണ് ഇതിൽ തെറ്റ്. ഓക്കെ,
അത് പറഞ്ഞു. ഇനി 26ാമത്തെ ചോദ്യമാണ്. ഇതും നമ്മൾ നമ്മുടെ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു, പൊളിറ്റിക്കൽ പാർട്ടീസ്, സ്വരാജ് പാർട്ടിയുടെ ചരിത്രം നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു. സ്വരാജ് പാർട്ടി, അതുപോലെ സ്വതന്ത്ര പാർട്ടി, രാജഗോപാലാചാരി 1959 തുടങ്ങിയ സ്വതന്ത്ര പാർട്ടിയുടെ കാര്യം, അതുപോലെ നമ്മുടെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 രാജഗോപാലാചാരി ഗാന്ധിയോടുള്ള ഐഡിയോളജിക്കൽ ഡിഫറൻസ് കാരണം തുടങ്ങിയ പാർട്ടി ഉണ്ടല്ലോ. അങ്ങനെ മീൻസ് ആരാണ്? ജയപ്രകാശ് നാരായൺ 1934 തുടങ്ങിയ പാർട്ടി. അങ്ങനത്തെ കുറേ പാർട്ടികളെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്കും. പക്ഷേ ഇതും കുറച്ച് ട്വിസ്റ്റ് പിടിച്ച ചോദ്യം തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് 1939 തുടങ്ങിയല്ലേ, അതിനെ പറ്റിയാണ്. ബോസ് ഫെയിൽ ടു വിൻ ദ കോൺഫിഡൻസ് ഓഫ് മഹാത്മാഗാന്ധി ഒരു റീസൺ ആണോ? കറക്റ്റാണ്. കാരണം എന്താ, 1939 ത്രിപുരി ഇലക്ഷനിൽ ഗാന്ധി ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിയല്ലേ, ഭോഗരാജു പട്ടാമ്പി സീതാരാമയ്യ എന്ന് പറഞ്ഞ വ്യക്തിയെ നിർത്തി. അപ്പം അത് ഒരു കറക്റ്റാണ്. എന്നിട്ട് സുഭാഷ് ചന്ദ്രബോസ് ജയിക്കുകയായത്. എന്നിട്ട് അവസാനം സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ചു, ജയേന്ദ്ര പ്രസാദ് പ്രസിഡന്റായി അല്ലേ. അപ്പം ബോസ് ഫെയിൽ ടു വിൻ ദ കോൺഫിഡൻസ് ഓഫ് മഹാത്മാഗാന്ധി എന്ന് തന്നെ കറക്റ്റാണ്. ദ കോൺഗ്രസ് ലെഫ്റ്റ് വാസ് ഡിസ്യൂണൈറ്റഡ് ആൻഡ് ഫെയിൽ ടു സപ്പോർട്ട് ബോസും കറക്റ്റാണ്. 1ഉം 2ഉം കറക്റ്റാണ്. അതുപോലെ ദ കമ്മ്യൂണിസ്റ്റ് ഡിഡ് നോട്ട് സപ്പോർട്ട് ബോസ് ഇൻ ഹിസ് എൻഡേവേഴ്സ്, അത് അവിടെ നിൽക്കട്ടെ. സപ്പോർട്ടേഴ്സ് ഓഫ് എം എൻ റോയ് ആൻഡ് സോഷ്യലിസ്റ്റ് ലീഡേഴ്സ് ലൈക്ക് ജയപ്രകാശ് നാരായൺ പ്രിഫേർഡ് കോൺഗ്രസ് യൂണിറ്റി സപ്പോർട്ടിംഗ് ബോസും കറക്റ്റാണ്. അപ്പം 1 to 4 എന്നുള്ളൊരു ഓപ്ഷൻ വരുന്ന ഇത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. 3 തെറ്റാന്നുള്ള രീതിയിൽ തന്നെ പറയാൻ പറ്റും. കമ്മ്യൂണിസ്റ്റ് ഡിഡ് നോട്ട് സപ്പോർട്ട് ബോസ് ഇൻ ഹിസ് എൻഡേവേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ 3 എന്ന് പറയുന്നത് തെറ്റാന്ന് ഓർക്കുക. അപ്പോൾ 1 to 4 ആണ് ഓപ്ഷൻ, ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 1 to 4 തന്നെയാണ്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് ഓർക്കുക. ഓക്കെ, അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ബ്രിട്ടീഷ് പോളിസി ഇൻ അവാദ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ അനക്സേഷൻ ഇൻ 1856. അവാദ് അനക്സ് ചെയ്യുന്ന ആരുടെ പീരീഡിലായിരുന്നു? ഡാലോസിയുടെ പീരീഡിലല്ല. മിസ് ഗവർണൻസ് എന്നുള്ള സംഭവം നമ്മളൊക്കെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ആണല്ല, മിസ് ഗവർണൻസിൻ്റെ പേരിലാണ് അവാദ് അനക്സ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ദ താലൂക്ദാസ് വെയർ dispossessed of their estates but allowed to retain their arms and forts. അങ്ങനെ വരാൻ ചാൻസ് ഉള്ളൂ. അതും കളയാനല്ലേ, റിട്ടൈൻ ചെയ്യാനുള്ള അവകാശം കൊടുക്കാനുള്ള ചാൻസ് ഇല്ല. അതൊരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ കിട്ടേണ്ടതാണ്. 1 എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പം എ ഓർ ഡിയിലേക്ക് പോകാൻ പറ്റും. എ സമ്മറി റവന്യൂ സെറ്റിൽമെൻറ്റ് വാസ് മെയ്ഡ് ഇൻ 1856 അസ്യൂമിങ് ദാറ്റ് ദ താലൂക്ദാസ് വെർ ഔട്ട്സൈഡേഴ്സ്. അത് ഇപ്പം നമ്മൾ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ 1 കളഞ്ഞാൽ പിന്നെ 2 or 3, അപ്പോൾ 2 എന്തായാലും വരണം. ദ ബ്രിട്ടീഷ് ബിലീവ്ഡ് ഇൻ ടോക്കിംഗ് റവന്യൂ ഡയറക്ട്ലി ഫ്രം ദ പെസൻസ് ബൈ റിമൂവിംഗ് ദ താലൂക്ദാസ്. ആയിരിക്കുമല്ലോ, അതായിരിക്കുമല്ലോ അവിടെ സംഭവിച്ചത്. അപ്പം ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 2 and 3 ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണെന്ന് ഓർക്കുക. ഓപ്ഷൻ എ ആണ് 27ൻ്റെ ഉത്തരം. ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇനി അടുത്തത് 28ാമത്തെ ചോദ്യമാണ്. 28ാമത്തെ ചോദ്യം ഇതിൽ പറഞ്ഞ മോണ്ടഗു ചെംസ്ഫോർഡ് റിഫോംസ്, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അസേർഷൻ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ദ ജനറൽ of political alliances based on the community lay in the very nature of Montagu Chelmsford Reforms 1990. Which of the following statements സപ്പോർട്ട് എബോ അസേർഷൻ എന്നാണ് ചോദിച്ചിരുന്നത്? റിഫോംസ് റീറ്റെയിൻഡ് ആൻഡ് എക്സ്റ്റെൻഡഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ആണല്ലോ. സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് 1909 മോർലിമെൻറ്റുവിൽ തുടങ്ങിയത്, അത് റീറ്റെയിൻ ചെയ്തു, അത് കറക്റ്റാണ്. സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് വെയർ സപ്പോസ് ടു കൗണ്ടർ ഇന്ത്യൻ നാഷണലിസം വിച്ച് വാസ് ഗ്രോയിങ് സ്ട്രോങ്ങർ, കറക്റ്റാണ്. 1ഉം 2ഉം കറക്റ്റാണ്. 1ഉം 2ഉം കറക്റ്റ്, ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഡിപ്രീവ്ഡ് ക്ലാസസ് റാലിഡ് അറൗണ്ട് ദ ഫേവേഴ്സ് ഇൻഹറന്റ് ഇൻ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്, കറക്റ്റാണ്. 3 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇതിൻ്റെ ഉത്തരം ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം എന്ന് ഓർക്കുക. 1, 2, 3 ആണ്. ഓക്കെ, പൊളിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവായിരുന്നു. പിന്നെ അത് മാത്രമല്ല, മീൻസ് ചില ക്വസ്റ്റ്യൻസ് പൊളിറ്റിക്ക് വളരെ കുറവാണ് ചോദിച്ചത്, എക്കണോമി അതൊക്കെ. അപ്പം അത് മിസ് ചെയ്താൽ അബദ്ധമാണ്. മീൻസ് ചിലപ്പോൾ നമുക്ക് ആ ടെൻഷൻ്റെ ഇടയിൽ കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ കണ്ടില്ലെന്നും വരാം ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇത് 1, 2, 3 ആണ്. അടുത്ത, പണ്ഡിറ്റ് മല്ലികാർജുൻ മൻസൂർ ദ ഫേമസ് ക്ലാസിക്കൽ സിംഗർ ഫ്രം കർണാടക റെപ്രസെൻറ്റഡ് ഏതാണെന്ന്. ഇത് ബുദ്ധിമുട്ടാണ്, അറിയാമെങ്കിൽ ഇഫ് യു നോ ആണ്. അപ്പം ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ജയ്പൂർ അത്രോലി ഘരാനയാണ്. ബുദ്ധിമുട്ടുള്ള ചോദ്യം തന്നെയായിരുന്നു. പണ്ഡിറ്റ് മല്ലികാർജുൻ മൻസൂർ ഫേമസ് ക്ലാസിക് സിംഗർ, അത് ബുദ്ധിമുട്ടുള്ള ചോദ്യം തന്നെയാണ്. കാരണം ചില ചോദ്യങ്ങൾ ഒട്ടും തന്നെ എലിമിനേഷൻ പോസിബിൾ അല്ല മിക്കവർക്കും. മീൻസ് ഞാൻ ഒരു സാധാരണ മനുഷ്യനെ ഉദ്ദേശിച്ച് മീൻസ് അത്ര ഇതല്ല, അത് ആ ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത് തന്നെയായിരുന്നു ഇവിടെ ഈ എക്സാമിന് ബെറ്റർ. കാരണം ഒരു 2 ഒരു ഓപ്ഷൻ പോലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തായാലും അറ്റംപ്റ്റ് ചെയ്യുന്ന റിസ്ക് ആണല്ലോ. ഓക്കെ, അപ്പോൾ 30ാമത്തെ ചോദ്യം, ഇൻ വിച്ച് വൺ ഓഫ് ദ എമംഗ് ദ ഫോളോയിങ് ടെസ്റ്റ് ഡസ് ദ ടേം ക്ഷേത്രപത്നി മിസ്ട്രസ് ഓഫ് ദ ഫീൽഡ് ഒറിജിനേറ്റ്? എവിടെയാണ് ക്ഷേത്രപത്നി അല്ലെങ്കിൽ മിസ്ട്രസ് ഓഫ് ദ ഫീൽഡ് ഒറിജിനേറ്റ് ചെയ്തത്? ഇത് ഋഗ്വേദത്തിലുണ്ടല്ലേ, ഋഗ്വേദത്തിലുണ്ട്. അത് പക്ഷേ ക്ഷേത്രപത്നിയല്ല, അതെന്താണ്, ക്ഷേത്രപതിയാണ് ഋഗ്വേദത്തിലുള്ളത്. ക്ഷേത്രപത്നി എന്ന് പറയുന്നത് അഥർവവേദത്തിലാണ്. മിസ്ട്രസ് ഓഫ് ദ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അഥർവവേദത്തിലാണ്. ക്ഷേത്രപത്നി അഥർവവേദമാണെന്ന് ഓർക്കുക. ഓക്കെ, അതുപോലെ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് ഓർക്കുക. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ക്ഷേത്രപത്നി എന്ന് പറയുന്നത് അഥർവവേദത്തിലാണ്. ഓപ്ഷൻ ബി ആണ്. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കർണാട്ടിക് മ്യൂസിക് രാഗാസ് ഇസ് സിമിലർ ടു രാഗ ബിലാവൽ ഇൻ ഹിന്ദുസ്ഥാനി മ്യൂസിക്? ഓപ്ഷൻ ഡി ആണ്. ധീര ശങ്കരഭരണമാണ്. ഓക്കെ, മ്യൂസിക്കൊക്കെ അറിയാവുന്നവർ ചിലപ്പം 2 ചോദ്യം ചിലപ്പോൾ ഉത്തരമൊക്കെ കിട്ടാമല്ലേ. ഓക്കെ, അപ്പം ധീര ശങ്കരാഭരണമാണ്. ഓപ്ഷൻ ഡി ആണ് 31ൻ്റെ ഉത്തരമെന്ന് ഓർക്കുക. ഓക്കെ, അടുത്തത് 32ാമത്തെ ചോദ്യമാണ്. ദ
ആർട്ടിഫിഷ്യലി ഫിക്സഡ് റുപ്പി സ്റ്റേർലിംഗ് എക്സ്ചേഞ്ച് റേറ്റ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ 1926 ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തത്, അഡോപ്റ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഫോർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റീസൺസ്. ഇതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് ഓപ്ഷൻ എ ആണല്ലേ. അപ്പം ഒന്നും അറിയാത്ത ഒരാളും ചിലപ്പം UPSCയുടെ ലോജിക്ക് വെച്ച് ഓപ്ഷൻ എയിലേക്ക് പോകാമല്ലേ. നമുക്ക് ഓപ്ഷൻ ബിയും സിയും ഒന്ന് വായിച്ചു നോക്കാം. പ്രൊവൈഡിങ് സപ്പോർട്ട് ടു ഇന്ത്യൻ എംപോർട്ടേഴ്സ്, അതിലൊന്നും പറയുന്നില്ലല്ലോ, അതൊന്നും ആവാൻ ചാൻസ് ഇല്ല. എൻകറേജിങ് എക്സ്പോർട്ട് ഓഫ് കോട്ടൺ പ്രൊഡ്യൂസ് ഫ്രം ഇന്ത്യ, അതൊരു റീസൺ ആവാൻ ചാൻസ് ഇല്ല. പ്രിവെൻറ്റിംഗ് ഡിപ്രീസിയേഷൻ ഓഫ് ദ റുപ്പി ഇൻ ടേംസ് ഓഫ് ഗോൾഡ് വരാൻ ചാൻസ് ഇല്ല. അപ്പം നമുക്ക് തന്നെ ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്ന ഓപ്ഷൻ എ തന്നെയാണ്. എയ്ഡിങ് ദ ഫ്ലോ ഓഫ് റെമിറ്റൻസ് ഫ്രം ഇന്ത്യ ആൻഡ് മെയിൻറ്റെയിനിങ് ഇന്ത്യസ് ക്രെഡിറ്റ് വർത്തിനെസ് ആണ്. കറക്റ്റാണ്. സ്റ്റേർലിംഗുമായിട്ട് ബന്ധപ്പെട്ട ബ്രിട്ടീഷിൻ്റെ കറൻസി അല്ലേ സ്റ്റേർലിംഗ്, പൗണ്ട് സ്റ്റേർലിംഗ് അല്ലേ, പൗണ്ട് സ്റ്റേർലിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓപ്ഷൻ എ ആണ് 32 ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്തത് 33 പാലി ടെക്സ്റ്റ് കണ്ടെയ്ൻ ദ ഫസ്റ്റ് ഡെഫിനിറ്റ് റെഫറൻസ് ഓഫ് കോയിൻസ് കഹാപാന, നിക്ക, കംസ, കഖാനിക. അതുപോലെ ലിറ്റററി എവിഡൻസ് ഫ്രം പാലി ടെക്സ്റ്റ് ഈസ് കൊറാബറേറ്റഡ് ബൈ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഓഫ് പഞ്ച് മാർക്ക്ഡ് കോയിൻസ് ഫ്രം മെനി സൈറ്റ്സ്, മോസ്റ്റ് ഓഫ് ദം മെയ്ഡ് ഓഫ് സിൽവർ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ഹാവ് ബീൻ അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ്. എമർജൻസ് ഓഫ് അർബൻ ലൈഫ് ആയിരിക്കാം. കാരണം ഇങ്ങനത്തെ കോയിൻസ് ഇതൊക്കെ സംഭവം അർബൻ ലൈഫിൻ്റെ ഒരു ഭാഗമാണല്ലേ. ട്രാൻസിഷൻ ടു മണി എക്കോണമി അതും ആകാം. കാരണം പക്ഷേ ഈ ചോദ്യം ഒക്കെ ബുദ്ധിമുട്ടാണെന്ന് കരുതി ചിലപ്പം വായിച്ച് കാണാൻ ചാൻസ് കുറവായിരിക്കും. പക്ഷേ ഈ ഫസ്റ്റ് ടേം ഒക്കെ കാണുമ്പോൾ ഇങ്ങനത്തെ സംഭവം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇത് രണ്ട് കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണെന്ന് ഓർക്കുക. ഓപ്ഷൻ സി ആണ്. ബോത്ത് 1 and 2 ആണ് 33 ഉത്തരം. ഓക്കെ, വായിച്ചെത്തിയാൽ കിട്ടേണ്ടതാണ് ഈ ചോദ്യം. വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ വായിച്ചെങ്കിൽ കിട്ടേണ്ടതാണ്. ഓക്കെ, അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെമ്പിൾസ് ആസ് നഗര സ്റ്റൈൽ ഷിക്കാര. നഗര സ്റ്റൈൽ മാത്രമല്ല ചോദിച്ചാൽ ഷിക്കാര എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം മലയഗട്ടി ശിവാലയ ബദാമി എന്ന് പറഞ്ഞാൽ കർണാടകയിലെയാണല്ലേ. കർണാടകയിലെയാണ്. അത് ആണോ? കർണാടകയിലെയാണ്. അത് ദ്രാവിഡയാണല്ലേ. ദ്രാവിഡ സംഭവമാണ്. അല്ല, ഇവിടെ നഗരയാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി കുച്ചിമല്ലിഗുഡു ടെമ്പിൾ ഐഹോള് കർണാടകയിലേത്, അത് കറക്റ്റാണ്. നഗര സ്റ്റൈൽ ഷിക്കാരയാണ്. പക്ഷേ അവിടെ ഒരു സംഭവമുണ്ട്, അത് വെസര സ്റ്റൈലാണ് ശരിക്കും ഫോളോ ചെയ്യുന്നത്. പക്ഷേ അവിടുത്തെ ഷിക്കാര എന്ന് പറയുന്നത് നഗര സ്റ്റൈലാണ്. വെസര എന്ന് പറയുമ്പോൾ എന്താണ്? വെസര എന്ന് പറയുമ്പോൾ ദ്രാവിഡയുടെ നഗരയുടെ മിക്സ് ആണല്ലേ. അത് ചിലപ്പോൾ കൺഫ്യൂഷൻ വന്ന് 3 ഒള്ളിയിലേക്ക് പോകാൻ, മീൻസ് 3 ഒള്ളിയാണ്. ദശാവതാര ടെമ്പിൾ ദിയോഘർ എന്ന് പറഞ്ഞാൽ നഗരയാണ്, നഗര ആർക്കിടെക്ചറിനാണ്, നഗരയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 ഒള്ളി ഓപ്ഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ അതിൻ്റെ ഷിക്കാര എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് കറക്റ്റാണ്. 2ഉം 3ഉം വരും. 3 വരത്തില്ല, 4 വരില്ല. വിരൂപാക്ഷ ടെമ്പിൾ പട്ടടക്കിൽ വരത്തില്ല, അത് വരില്ല. അത് ദ്രാവിഡ തന്നെയാണ്, നഗരയല്ല, ദ്രാവിഡ തന്നെയാണ്. അപ്പോൾ ഇവിടെ 2 and 3 ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരം എന്ന് ഓർക്കുക. 34 ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത എമംഗ് ദ 4 മെയിൻ ഫോംസ് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് റിക്കഗ്നൈസ്ഡ് ഇൻ ജൈനിസം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. ഇതെന്താണെന്ന് വെച്ചാൽ 4 മെയിൻ ഫോംസ് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 4 ഗതീസ് ആണ്. അതിൽ ദേവയുണ്ട്, മനുഷ്യയുണ്ട്, തിരിയാഞ്ചയുണ്ട്, നരകയുണ്ട്. യക്ഷയില്ല. യക്ഷ ഓൾറെഡി ആ കോൺസെപ്റ്റ് അവിടെ ഉണ്ട്. പക്ഷേ ഈ 4 ഗതീസിൻ്റെ അകത്ത് അത് വരുന്നില്ല. അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് യക്ഷയാണ് വരാത്തത്. ഓപ്ഷൻ ബി ആണ്, യക്ഷയാണ് ഇതിൻ്റെ അകത്ത് ഉത്തരം. ഓക്കെ, ഇനി 36ാമത്തെ ചോദ്യമാണ്. ഹലി സാലസിയ പെയിൻറ്റിങ് ഇൻ ദ ബാക്ക് കേവ്സ് റെപ്രസെൻറ്റ്. ബാക്ക് കേവ് എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശിലാണല്ലേ. അത് എ ജോയിയസ് ഫോക്ക് ഡാൻസ് ആണ്. ബാക്ക് കേവ്സിനെ പറ്റി കുറച്ച് സംഭവങ്ങളൊക്കെ അറിയാമെങ്കിൽ കുറച്ച് ശിവപർവ്വതി എലിമിനേറ്റ് ചെയ്ത് പറ്റുമെങ്കിലും ബുദ്ധിമുട്ടാണ്. എ ജോയിയസ് ഫോക്ക് ഡാൻസ് ആണ് ഉത്തരം എന്ന് ഓർക്കുക. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം. 36ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇനി 37 കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റിംഗ് ടു യൂസ് ഓഫ് ദ പ്ലേസ് വാല്യൂ സിസ്റ്റം ഇൻ ഇന്ത്യ. ഓക്കെ, നോക്കാം. ദ ഏർലിയസ്റ്റ് എപ്പിഗ്രാഫിക് യൂസ് ഓഫ് ദ പ്ലേസ് വാല്യൂ സിസ്റ്റം ഇൻ ഇന്ത്യ ഈസ് ഫൗണ്ട് ഇൻ ദ മങ്കാനി പ്ലേറ്റ് ഫ്രം ഗുജറാത്ത് AD 595-596 ആണ്. ഓക്കെ, അത് കറക്റ്റാണ്. മീൻസ് അതൊരു ഗസ് പറ്റത്തുള്ളൂ. അറിയില്ലെങ്കിൽ ഓക്കെ, ഗസ് അടിക്കാനേ പറ്റത്തുള്ളൂ. ഇൻ ദ 9th century പ്ലേസ് വാല്യൂസ് ബിക്കം ജനറൽ ഇൻ ഇൻസ്ക്രിപ്ഷൻ ഓൾ ഓവർ ഇന്ത്യ. ഈ ഓൾ എന്നുള്ള വാക്കൊക്കെ കാണുമ്പോൾ ചിലപ്പം ഇത് വരും. പക്ഷേ ഇവിടെ പ്ലേസ് വാല്യൂസ് ബിക്കം ജനറൽ എന്നൊക്കെയാണ് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ശരിയായെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല അല്ലേ. ഓക്കെ, ദ പ്ലേസ് വാല്യൂസ് ഹാവ് ബീൻ ഫൗണ്ട് ഇൻ സാൻസ്ക്രിറ്റ് ഇൻസ്ക്രിപ്ഷൻ ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആസ് ഏർലി ഇൻ ദ 7th century ആയിരിക്കാം. അത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ 2ഉം 3ഉം കറക്റ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ റിസ്ക് എടുക്കേണ്ട വരും. ഇവിടെ കറക്റ്റാണ്. 1, 2, 3 ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ. ഏർലിയസ്റ്റ് എപ്പിഗ്രാഫിക് യൂസ് ഓഫ് ദ പ്ലേസ് വാല്യൂ സിസ്റ്റം കാണുന്നത് മങ്കാനി പ്ലേസ് ഇൻ ഗുജറാത്ത് ആണ്. ഇവിടെ 1, 2, 3 ആണ് ഉത്തരം എന്ന് ഓർക്കുക. ഓക്കെ, ചിലതൊക്കെ റിസ്ക് എടുക്കേണ്ട വരും എന്തായാലും. ഓക്കെ, അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് ഇൻ ഹാരപ്പൻ ടൗൺസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദർ ഈസ് വൈഡ് ഒക്കറൻസ് ഓഫ് സ്പിൻഡിൽ വോൾസ് ഇൻ ദ ഹൗസസ് ബട്ട് ആബ്സെൻസ് ഓഫ് സ്പിന്നിങ് വീൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വെയ്റ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് സ്കെയിൽസ് കംപ്ലീറ്റ് വിത്ത് ഗ്രാജുവേഷൻസ് ഹാവ് ബീൻ ഡിസ്കവേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദർ ആർ ഹൗസസ് ബിൽറ്റ് ഇൻ ലാർജ് പാർട്ട് വിത്ത് ബേക്ക് ബ്രിക്സ് അറൌണ്ട് റിലേറ്റീവ്ലി സ്പേഷ്യസ് കോർട്ടിയേഴ്സ് വിത്ത് ദെയർ ഓൺ വെൽസ്, ബാത്തിങ് പ്ലാറ്റ്ഫോംസ് ആൻഡ് ലാർജ് റൂം. ഇതും ഇൻഫറൻസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 സജസ്റ്റ് ദാറ്റ് സ്പിന്നിങ് വാസ് എ ലേബറിയസ് ആക്ടിവിറ്റി ഡൺ അറ്റ് ഹോം.
ഒക്കുറൻസ് സസ്പെൻഡ് അതെ ഹൗസ് അവിടെ പറയുന്നുണ്ട്, അത് കറക്റ്റാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. ഇൻ സ്റ്റേറ്റ്മെന്റ് 2 സജസ്റ്റ് ദ എക്സ്റ്റെന്റ് ഓഫ് ദ സയന്റിഫിക് നോളജ് ദാറ്റ് ദ ഹാരപ്പൻ പൊസസ്ഡ് ആണ്. വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് അത് സയന്റിഫിക് നോളജ് തന്നെയാണ്, 1 ഉം 2 ഉം കറക്റ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് 3 സജസ്റ്റ് ദ എമർജൻസ് ഓഫ് കോമൺ പ്രോപ്പർട്ടി അല്ല, കോമൺ പ്രോപ്പർട്ടിനെ പറ്റി അല്ല പറയുന്നത്, ഇവിടെ പേഴ്സണൽ സംഭവങ്ങളല്ലേ പറയുന്നത്. അപ്പം അതിൽ ഒരിക്കലും കോമൺ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ 3 തെറ്റാണ്, 1 ഉം 2 ആണ്, ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് ഓർക്കുക. 38ന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓക്കെ, അതും വായിച്ചെത്തണം, അതാണ്. അടുത്ത് ഏകാ മൂവ്മെൻറ്റ് നമ്മുടെ പ്രിലിംസിൽ ചോദിച്ചിരുന്നു അല്ലേ, ഡിഗ്രി പ്രിലിംസിൽ ഏകാ മൂവ്മെൻറ്റ് 1922 ഏകാ മൂവ്മെൻറ്റ് ഏത് സ്റ്റേറ്റിലാണ് നടന്നതെന്ന് ചോദിച്ചായിരുന്നു അല്ലേ, UP യിലായിരുന്നു അല്ലേ, മദാരി പാസി എന്ന് പറഞ്ഞ വ്യക്തി അല്ലേ. അപ്പോൾ ഇതിൽ ഏകാ മൂവ്മെൻറ്റ് ആൻഡ് ബർദോളി സത്യാഗ്രഹം എന്തായിരുന്നു 1928 ഏകാ മൂവ്മെൻറ്റ് 1928 നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് തുടങ്ങിയതായിരുന്നു. അപ്പോൾ ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരുന്നത്. ഏകാ മൂവ്മെൻറ്റ് വാസ് ത്രൂ ഔട്ട് സപ്പോർട്ടഡ് ആൻഡ് ഓർഗനൈസ്ഡ് ബൈ കോൺഗ്രസ്. അതൊരിക്കലും ഇല്ല, കോൺഗ്രസ് ഇനിഷ്യലി ഉണ്ടെങ്കിൽ പോലും ഇത് മീൻസ് മദാരി പാസി മറ്റേ അക്രമത്തിലാണ് പോകുന്നതെന്ന് കണ്ടപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കോൺഗ്രസ് പിന്മാറിയത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കേണ്ടത് അത് തെറ്റാണ്. ദ ഏകാ മൂവ്മെന്റ് വാസ് പ്രൊവൈഡഡ് ലീഡർഷിപ്പ് ബൈ ദ താലൂക്ദാർ ഓഫ് താലൂക്ദാർ അല്ല മദാരി പാസി എന്ന് പറയുന്ന വ്യക്തി, അത് തെറ്റാണ്. അടുത്ത ബർദോളി സത്യാഗ്രഹ വാസ് എ ക്യാമ്പയിൻ അഗൈൻസ്റ്റ് എൻഹാൻസ്മെന്റ് ഓഫ് ലാൻഡ് റവന്യൂ വൈൽ ദ ഏകാ മൂവ്മെന്റ് വാസ് എ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് എക്സസീവ് എക്സ്ട്രാക്ഷൻ ഓഫ് റെന്റ്സ്. അത് അവിടെ നിൽക്കട്ടെ. ദ ഏകാ മൂവ്മെന്റ് വാസ് ലൊക്കേറ്റഡ് ഇൻ ദ വാരണാസി ആൻഡ് മിർസാപൂർ ഡിസ്ട്രിക്ട് ഓഫ് ദ പ്രസന്റ് ഡേ UP. ഓക്കെ, വൈൽ ദ ബർദോളി സത്യാഗ്രഹ ടുക്ക് പ്ലേസ് ഇൻ സൗരാഷ്ട്രയല്ല സൂരറ്റാണ്, അതായത് ബർദോളി എന്ന് പറഞ്ഞാൽ സൂരറ്റാണ്, സൂരത്തിലും സൗരാഷ്ട്ര എന്ന് പറഞ്ഞാൽ രണ്ട് റീജിയനാണ്. അപ്പോൾ അത് തെറ്റാണ്. അപ്പം ഓപ്ഷൻ സിയിലേക്ക് തന്നെ നമുക്ക് പോകാൻ പറ്റും. ബർദോളി സത്യാഗ്രഹ ക്യാമ്പയിൻ അഗൈൻസ്റ്റ് എൻഹാൻസർ, ഓപ്ഷൻ സി ആണ് ഏറ്റവും ബെറ്റർ ഉത്തരം. അപ്പോൾ ഓപ്ഷൻ സിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. 39 സി ആണ്. ഓക്കെ, ഇനി 40 ഋഗ്വേദിക് പീരീഡുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്, ഋഗ്വേദിക് പീരീഡ്. അപ്പോൾ ഇവിടെ ഇറിഗേഷൻ ഫ്രം wells allowed agriculture to expand away from floodplains and strips on river margins into the present Punjab and Haryana plains having underground water levels reasonably close to the surface. അവിടെ നിൽക്കട്ടെ. Drought animal power was employed to draw water out of the wells. ഓക്കെ, നോക്കാം. വിച്ച് ഓഫ് ദ ഇൻഫർമേഷൻ സപ്പോർട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദർ ഈസ് എവിഡൻസ് ഇൻ ദ ഋഗ്വേദ ഓഫ് ദ യൂസ് ഓഫ് അശ്മ ചക്ര, സ്റ്റോൺ പുള്ളി വീൽ ആൻഡ് അഹവ സ്റ്റാപ്ഡ് വുഡൻ ഡ്രോപ്പ് വാട്ടർ. പക്ഷേ അതപ്പോൾ ഇറിഗേഷനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, അത് കറക്റ്റാന്ന് പറയാം. ഒന്ന്, മെൻഷൻ ഹാസ് ബീൻ മെയ്ഡ് ഇൻ ദ ഋഗ്വേദ ഫോർ ദ യൂസ് ഓഫ് ഇംപ്ലിമെന്റ്സ് ലൈക്ക് പരശു, കുലിശ, ഈസ് ആൻഡ് ദത്ര, സിക്കിൾ. ഓക്കെ, അത് പരശു ഇംപ്ലിമെന്റ്സിലേക്ക് ഋഗ്വേദ ഫോർ ദ യൂസ് ഓഫ് ഇംപ്ലിമെന്റ്സിലേക്ക് ഇംപ്ലിമെന്റ്സ് ഡ്രോട്ട് അനിമൽ വെൽസ്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. മെൻഷൻ ദാറ്റ് ഹാസ് ബീൻ ഋഗ്വേദ ഫോർ ദ യൂസ് ഓഫ് ഇംപ്ലിമെന്റ്സിലേക്ക് പരശു, കുലിശ, ഈസ്, ദത്ര, സിക്കിൾ. അത് അവിടെ നിൽക്കട്ടെ. There is a history of the use of ox even before the Rigveda for ploughing the land and pulling the carts. Okay, ploughing the land and pulling the employed drop wells ആണ്. Power has employed. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓക്കെ, ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി മൂന്നാമത്തെ കറക്റ്റാണ്. കാരണം അനിമലിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ടല്ലോ, യൂസ് ഓഫ് ഓക്സ് ഈവൻ ബിഫോർ ദ ഋഗ്വേദ ഫോർ പ്ലബിംഗ് ദ ലാൻഡ് ആൻഡ് പുള്ളിംഗ് ദ കാർഡ്സ് കറക്റ്റാണ്. അനിമൽസിന് യൂസ് ചെയ്യുന്ന കാര്യമാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം 1 and 3 ആണ് ഇവിടെ കറക്റ്റ്. പക്ഷേ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഋഗ്വേദ ഫോർ ദ ഇംപ്ലിമെൻറ്റ്സിൻ്റെ കാര്യം പറയുന്നത്, കാരണം അത് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല, കാരണം എടുക്കാൻ പറ്റേണ്ടതല്ല. പക്ഷേ 1, 2, 3ക്കും പോസിബിലിറ്റി ഉണ്ട്. എങ്കിൽ പോലും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണെന്ന് ഓർക്കുക. ഓപ്ഷൻ സി ആണ് വരാൻ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള സംഭവം. കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണല്ലോ പറയുന്നത്. അപ്പം 1, 3 തന്നെയാണ് ഏറ്റവും ചാൻസ് ഉള്ളത്. അനിമൽസിൻ്റെ കാര്യമൊക്കെ പറയുന്നത് ഓപ്ഷൻ സി തന്നെയായിരിക്കും ഉത്തരം. ഓപ്ഷൻ സി ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. 40. ഇനി 41ാമത്തെ ചോദ്യമാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി? റെക്കോർഡ് സ്റ്റോർഡ് ഇൻ ദ ഡേറ്റാബേസ് മേ ബി മെയ്ഡ് വിസിബിൾ ടു റിലവൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് വിത്തൗട്ട് റിസ്ക് ഓഫ് ഓൾട്ടറേഷൻ. കറക്റ്റാണ്. കോപ്പീസ് ഓഫ് ദ എൻ്റയർ ഡേറ്റാബേസ് ആർ സ്റ്റോർഡ് ഓൺ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഓൺ എ നെറ്റ്വർക്ക് സിങ്കിങ് വിത്തിൻ സെക്കൻഡ്സ്. അതും കറക്റ്റാണ്. കൺസോർഷ്യം ബ്ലോക്ക് ചെയിൻ ഈസ് എ ബ്ലെൻഡ് ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻസ് അലോവിംഗ് സെലക്റ്റീവ് ഡേറ്റ ആക്സസ്. അവിടെ നിൽക്കട്ടെ. മാത്തമെറ്റിക്കൽ അൽഗോരിതംസ് മേക്ക് ഇറ്റ് ഇമ്പോസിബിൾ ടു ചേഞ്ച് ഓർ ഡിലീറ്റ് എനി ഡേറ്റ വൺസ് റെക്കോർഡഡ് ആൻഡ് അക്സെപ്റ്റഡ്. അതും കറക്റ്റാണ്. അപ്പം 1, 2, 3, 4 എന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പം ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് 1 to 4 ആണ്. കാരണം ഇവിടെ കൺസോർഷ്യം ബ്ലോക്ക് ചെയിൻ ഒരു സംശയമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ബ്ലോക്ക് ചെയിൻ എന്നാണ് കറക്റ്റായിട്ട് ബ്ലെൻഡ് ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റിന് പറയുന്നത്. കൺസോർഷ്യത്തിന് പറയാം, പക്ഷേ ഇവിടെ 1, 2, 3, 4 എന്നൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1 to 4 ആണെന്ന് ഓർക്കുക. ഓക്കെ, 1 to 4 ആണ്, ഓപ്ഷൻ സി ആണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി 42 ആണ്. E-commerce revenue model where the seller has control over pricing but does not keep products in stock and instead അത് ഒരു ഇതാണ് സംഭവമാണ്. ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡൽ എന്നാണ് അതിൻ്റെ ഉത്തരം. അത് ഓരോ സംഭവങ്ങളുണ്ട്. ട്രാൻസാക്ഷൻ ഫീ റവന്യൂ മോഡൽ എന്നൊക്കെ പറയുന്നത് മറ്റേത് ഇൻസെൻറ്റീവ് ഒക്കെ തന്ന ഉള്ള മോഡലാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡലിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ വായിച്ചെത്തുന്നത് വായിച്ചെത്തി വർക്കൗട്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്യാനേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡലാണ്. 42ൻ്റെ ഉത്തരം.
അതുപോലെ 43ാമത്തെ ചോദ്യം ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സിനെ പറ്റിയാണ്. RBI 2021 സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സ്, അതിനെപ്പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ 3 കീ സബ് ഇൻഡെക്സിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്ഷൻ സി ആണ്, ആക്സസ്, യൂസേജ്, ക്വാളിറ്റി. അതായത് ആക്സസിന് ഒരു 35%, യൂസേജ് എന്ന് പറയുന്നത് 45%, മറ്റേത് 20%. ക്വാളിറ്റിയാണ് അതിൻ്റെ അകത്ത് നോക്കുന്നത്. ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സ് RBI 2021 തുടങ്ങിയത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് ഓർക്കുക. 43ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത് 44 ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ്. പക്ഷേ ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയില്ലെങ്കിൽ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഓപ്പൺ നെറ്റ്വർക്ക് ഓഫ് ഡിജിറ്റൽ കൊമേഴ്സ് ടു അലോ ഗവൺമെൻറ് കൺട്രോൾ ഓവർ ഓൾ ഡിജിറ്റൽ കൊമേഴ്സ് ട്രാൻസാക്ഷൻ. അതൊക്കെ തെറ്റാണ്, ഗവൺമെൻറ് കൺട്രോൾ അങ്ങനെയൊന്നുമല്ല. പിന്നെ ടു റീപ്ലേസ് പ്രൈവറ്റ് ഇ കൊമേഴ്സ് പ്ലേയേഴ്സ്, റീപ്ലേസ് എന്നൊക്കെ പറയുമ്പോൾ എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ, അത് തെറ്റാണ്. ടു ബ്രേക്ക് ദ ഡൊമിനൻസ് ഓഫ് ലാർജ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ബൈ എനേബിളിംഗ് ഇന്റർപ്രബിലിറ്റി അക്രോസ് നെറ്റ്വർക്ക്, അത് നല്ലൊരു ഉത്തരം തന്നെയാണ്. അടുത്ത് നോക്കാം. ടു മാൻഡേറ്റ് UPI ബേസ്ഡ് പേയ്മെൻറ്റ്സ് ഫോർ ഓൾ ഓൺലൈൻ, അവിടെ എക്സ്ട്രീം വന്നു അല്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് തന്നെ ഓപ്ഷൻ സിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. 44 സി ആണ്. ഇനി 45 UPIയും സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസിനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ നോട്ട് കറക്റ്റ് ആണ് ചോദിക്കുന്നത്. UPI ഇസ് എ റിയൽ ടൈം പേയ്മെൻറ്റ് സിസ്റ്റം ബട്ട് ഡിജിറ്റൽ റുപ്പീ സ്കിൻ ടു സോവറിൻ പേപ്പർ കറൻസി. കറക്റ്റ് ആണ്. മറ്റേത് റിയൽ ടൈം പേയ്മെൻറ്റ് ആണ്, യൂണിവേഴ്സൽ പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ. ഇൻ കേസ് ഓഫ് UPI സെറ്റിൽമെൻറ്റ് ഫോർ എൻഡ് യൂസേഴ്സ് ഹാപ്പൻസ് ഇൻസ്റ്റൻ്റ്ലി ആസ് ദ മണി ഗെറ്റ്സ് ഇമ്മീഡിയറ്റ്ലി ഡെബിറ്റഡ് ഓർ ക്രെഡിറ്റഡ്, ബട്ട് ഇൻ കേസ് ഓഫ് ഡിജിറ്റൽ റുപ്പീ ദർ ഇസ് നോ സെറ്റിൽമെൻറ്റ് ആസ് ദ വാലറ്റ് ബാലൻസ് ഗെറ്റ് ട്രാൻസ്ഫർ ടു അനദർ വാലറ്റ്. ഓക്കെ, അത് കറക്റ്റ് ആണ്. നോക്കാം. UPI transaction are recorded by banks and reflected in bank statements, but in case of digital rupee, no data is captured in bank statements. Our transactions are from one wallet to another. Okay, അവിടെ നിൽക്കട്ടെ. In both the cases, UPI and digital rupee, the liability lies with the users and their respective banks. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം UPIയുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഏത് ബാങ്കാണോ അതായിരിക്കും. പക്ഷേ ഡിജിറ്റൽ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞാൽ RBI ആണല്ലേ. അപ്പോൾ അത് ബാങ്ക്, റെസ്പെക്റ്റീവ് ബാങ്ക് എന്ന് പറയാൻ പറ്റില്ല, അത് RBIയുടെ ഇതിലാണ്. അപ്പം അതാണ് ഇവിടെ നോട്ട് കറക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇത് സംശയം ഉണ്ടെങ്കിൽ ഓപ്ഷൻ നോക്കി ഏറ്റവും ബെറ്റർ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണെന്ന് ഓർക്കാം. 45. ഇനി 46 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് റിയൽ വേൾഡ് അസറ്റ് ടോക്കണൈസേഷൻ ഇതിനെപ്പറ്റിയാണ് ചോദിക്കുന്നത്. ജസ്റ്റ് വായിച്ച് നോക്കാം. ടോക്കണൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ടേണിംഗ് റിയൽ വേൾഡ് അസറ്റ് ഇൻ ടു ഡിജിറ്റൽ ടോക്കൺസ് യൂസിംഗ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. കറക്റ്റ് ആണല്ലേ, അത് കറക്റ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ അങ്ങനെ തെറ്റൊന്നുമില്ല. ടോക്കണൈസേഷൻ ഓഫ് റിയൽ വേൾഡ് അസറ്റ് ഓഫേഴ്സ് 24/7 ആക്സസ് പ്രൊമോട്ടിംഗ്, അതും കറക്റ്റാണ്. ടോക്കണൈസേഷൻ ഓഫ് റിയൽ വേൾഡ് അസറ്റ് വിൽ അലോ ദ ആക്സസ് ടു ഹൈ ഗ്രോത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ, കറക്റ്റാണ്. അപ്പോൾ ഇത് 3 സ്റ്റേറ്റ്മെൻറ്റ് വരും. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം. 46. ഇതൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടേണ്ടതാണ്. ആ ടോക്കണൈസേഷൻ എന്ന കോൺസെപ്റ്റ് ജസ്റ്റ് അറിയില്ലെങ്കിൽ പോലും ചിലപ്പോൾ വായിച്ചാൽ ഇത് കിട്ടേണ്ട ചോദ്യമാണ് ഇതൊക്കെ. ഓക്കെ, ഇനി 47ാമത്തെ ചോദ്യമാണ്. എ ബോണ്ട് ഹൂസ് പ്രൊസീഡ്സ് ആർ യൂസ്ഡ് ഓൺലി ടു ഫിനാൻസ് ഓർ റീഫിനാൻസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് എൻവയോൺമെൻറ്റ് ആൻഡ് സോഷ്യൽ. എൻവയോൺമെൻറ്റിലുണ്ട്, സോഷ്യലുണ്ട്. അപ്പോൾ എൻവയോൺമെൻറ്റിൽ മാത്രമാണെങ്കിൽ ഗ്രീൻ എന്ന് പറയാം അല്ലേ, സോഷ്യലാണെങ്കിൽ സോഷ്യൽ ബോണ്ട് എന്ന് പറയും. ഇത് മിക്സ് ആണ്. സോവറിൻ ബോണ്ട് എന്തായാലും വരത്തില്ല. അപ്പം എലിമിനേറ്റ് സസ്റ്റൈനബിലിറ്റി ബോണ്ടാണ് ഇതിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഓപ്ഷൻ സി ആണ്. ഇനി 48 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് M1 എക്സ്ചേഞ്ച് റോൾസ് ഇൻ മൈക്രോ MSMEs ഫിനാൻസിംഗ് ആണ്. അതിൽ പറയുന്നത് ഡാഷ് പ്രൊവൈഡ്സ് കൊളാട്രൽ ബേസ്ഡ് ലോൺസ്. അത് തെറ്റാണ്. അങ്ങനെ കൊളാട്രൽ അതല്ല അവിടെ കൊടുക്കുന്നത്. ഒന്ന് തെറ്റാണ്, ഒന്ന് ഓപ്ഷൻ തെറ്റാണ്. ഒന്ന് ഓപ്ഷൻ തെറ്റെന്ന് പറഞ്ഞാൽ ബി ഓർ സി ആണ്. അന്ന് സിയിലേക്ക് നമുക്ക് പോകാം. M1 എക്സ്ചേഞ്ച് ഫംഗ്ഷൻസ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ആയിട്ടില്ല. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞാൽ എന്താ, ക്രിസിൽ അതുപോലത്തെ സംഭവങ്ങൾ സെബിയുടെ ഇതിൽ വരുന്നതാണ്. ഇത് ശരിക്കും RBIയുടെ അണ്ടറിൽ വരുന്ന ഒരു സംഭവമാണിത്. അപ്പം 3 തെറ്റാണ്. ഓപ്ഷൻ 2 ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് ഓർക്കുക. M1 എക്സ്ചേഞ്ച് ഫെസിലിറ്റീസ് ഡിസ്കൗണ്ടിങ് ഓഫ് ഇൻവോയ്സസ് ആൻഡ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഫോർ MSMEs ആണ്. ഓപ്ഷൻ 2 ആണ് ഉത്തരം എന്ന് ഓർക്കുക. ബി ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് ഓർക്കുക. 48. ഇനി 49 ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റിനെ പറ്റിയാണ് പറഞ്ഞത്. ഇതൊരു എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി ആയിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ശരിക്കും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് പറയുന്നുണ്ട്. സിറ്റുവേഷൻ വെയർ ഗവൺമെൻറ് ബോറോയിങ് ലീഡ്സ് ടു ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് വിച്ച് റെഡ്യൂസസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുന്ന ഒരു സംഭവമാണ്. ഒരു എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി ആയിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഓർക്കുക. 49 ബി ആണ്. ഇനി 50 റെയർ എർത്ത് എലമെൻസിനെ പറ്റിയാണ് ഇവിടെ ചോദിക്കുന്നത്. അതിൻ്റെ ക്രിട്ടിക്കൽ മിനറൽസ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിക്കുന്നത്. മോഡേൺ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഇൻക്ലൂഡിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് ആൻഡ് സ്പേസ് എക്സ്പ്ലോറേഷൻ എക്സ്റ്റെൻസീവ്ലി യൂട്ടിലൈസ് റെയർ എർത്ത് എലമെൻറ്റ്സ്. കറക്റ്റ് ആണല്ലേ, അത് എന്തായാലും വരേണ്ട ഉത്തരം തന്നെയാണ്. അടുത്ത് ചൈന ഹാസ് ദ ഹയസ്റ്റ് ഷെയർ ഇൻ മൈനിങ്. അത് കറക്റ്റാണ്, ചൈനയാണ്. പക്ഷേ ഫോളോഡ് ബൈ ഇന്ത്യ അല്ല, USA ആണ്. അത് തെറ്റാണ്. 2 അപ്പോൾ തെറ്റാണ്. 2 തെറ്റെന്ന് പറയുമ്പം ഓപ്ഷൻ ഡി നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ NCCM 2025 അത് കറക്റ്റാണ്. 2025 തന്നെയാണ്. അപ്പം 1ഉം 3ഉം ഉണ്ട്. അപ്പോൾ 4ന് ഒരു ലാസ്റ്റ് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. റെയർ എർത്ത് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 13 അല്ല 17 മെറ്റാലിക് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ 4 കളയാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ 1 and 3 ആണ്. 50ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1 and 3 ആണെന്ന് ഓർക്കുക. ഓക്കെ,
അപ്പം ഇതാണ് പറയാനുള്ളത്. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ നമ്മളത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മീൻസ് കാരണം നമ്മൾ എത്രത്തോളം ആൾക്കാരെ ശ്രദ്ധിക്കുന്നു അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഡിസ്കഷൻ സംഭവങ്ങൾ വരുമ്പോൾ. നിങ്ങൾക്ക് മീൻസ് നമ്മൾ ഉദ്ദേശിച്ചത് മാക്സിമം ഒരു ചോദ്യം എടുത്തിട്ട് മാക്സിമം ഡിസ്കസ് ചെയ്യാന്നുള്ള സംഭവമായിരുന്നു. അപ്പം എത്രത്തോളം ആൾക്കാർ കാണുന്നുണ്ട് അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. കാരണം നമ്മളിപ്പോൾ ഒരു പ്ലാൻ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ഫേസ് 3 വരാൻ പോവുകയാണല്ലേ. ഫേസ് 3ക്ക് മുമ്പ് 1 and 2ൻ്റെ ഒരു കണക്റ്റിംഗ് ഡിസ്കഷൻ ഉണ്ട്. കണക്റ്റിംഗ് ഫാക്ട്സ് വെച്ചിട്ടൊരു ഡിസ്കഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് പറയാൻ കാര്യം ഇങ്ങനെയും പാറ്റേൺ പ്രതീക്ഷിക്കാം. ഈ പ്രിലിംസിന് വരുന്നതുകൊണ്ടല്ല, പക്ഷേ ഇതിൻ്റെ മെയിൻസിനൊക്കെ ഈ ഒരു പാറ്റേൺ മീൻസ് UPSC ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന ഈ പാറ്റേൺ ഉണ്ടല്ലോ, അനലൈസ് ചെയ്ത് ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ എടുത്ത് അത് കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്നതാണ്. പക്ഷേ ടൈം കൺസ്യൂം ചെയ്യുന്നതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ എളുപ്പമാണ്. ചില സാധനങ്ങൾ നമ്മൾ വായിച്ചാൽ കിട്ടുന്ന സംഭവങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അത് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഇവിടേക്ക് എടുത്തുകൊണ്ട് വന്നത്. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സേഫ് സ്കോർ പലരും പറയുന്നുണ്ടല്ലേ. സേഫ് സ്കോർ എല്ലാവരും ഇപ്പം ചിന്ത മൊത്തം UPSC എക്സാം എഴുതി പലരും ഭയങ്കര നിരാശയിലായിരിക്കും. കാരണം എല്ലാവരും ഒരു 90+ എപ്പോഴും പ്രതീക്ഷിക്കുന്നതാണല്ലോ UPSCയുടെ. കുറേ 2023 ഒഴികെ ബാക്കി എല്ലാത്തിലും തന്നെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ആ റേഞ്ച് 85+ ഒക്കെ പോകുന്നതാണല്ലോ അല്ലേ കട്ട് ഓഫ്. അപ്പം ഇതിലിപ്പം ആക്ച്വലി ഒരു UPSCയുടെ ഒരു എക്സാം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് നോർത്ത് ഇന്ത്യയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കും. കാരണം അവിടെയാണ് ശരിക്കും അവർക്ക് നന്നായിട്ട് സ്കോർ ഫസ്റ്റ് പേപ്പറിന് GSന് സ്കോർ നന്നായിട്ട് കിട്ടുന്നവരാണ് അവർ. പക്ഷേ അവർക്ക് CSAT ബുദ്ധിമുട്ടാണ്. CSAT മീൻസ് ഈവൻ കോംപ്രഹെൻഷൻ അവർക്ക് അവരുടെ ലാംഗ്വേജിലുണ്ടെങ്കിൽ പോലും CSAT ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് അവർക്ക് മിക്കപ്പോഴും. അപ്പോൾ ഈ CSATൻ്റെ പേപ്പർ എന്ന് പറഞ്ഞാൽ ഇത്തവണ ഡിഫിക്കൽട്ടായിരുന്നു. അത് മാത്രമല്ല ഒരു ഹൈ സ്കോറിംഗ് പേപ്പർ അല്ലായിരുന്നു ഇത്. ഒരിക്കലും ഒരു ഹൈ സ്കോറിംഗ് പേപ്പർ അല്ല. കാരണം വായിച്ചെത്താനും ഈ പാറ്റേൺ ചേഞ്ചും എല്ലാം ഒരു ഡിഫിക്കൽട്ട്. കാരണം ചില ക്വസ്റ്റ്യനിലൊക്കെ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പലതും വായിക്കാൻ പോലും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരത്തില്ല. അതുപോലെ സ്കിപ്പ് ചെയ്യേണ്ട കുറേയേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈ ലെങ്ത് ഉണ്ട്, അതുപോലെ അറ്റംപ്റ്റ് ഒരു മാറ്ററാണ്. അറ്റംപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒത്തിരിയേറെ അറ്റംപ്റ്റ് കൊടുത്തവർക്ക് നെഗറ്റീവ് കൂടുതൽ വരാനുള്ള ചാൻസ് നല്ല കൂടുതലാണ് ഈ പേപ്പറിൽ. അതുകൊണ്ട് തന്നെ സ്കിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, കാരണം നോർമലി നമ്മളിപ്പം ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ടെസ്റ്റ് സീരീസ് നടത്തുമ്പോഴും നമ്മൾ പരീക്ഷിക്കുന്ന ഭാഗത്തിൽ, അതായത് എല്ലാവരും ഒരു 85-90 ആ റേഞ്ച് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ എന്തായാലും കാണും എങ്ങനെയൊക്കെയാണെങ്കിലും. പക്ഷേ ഇതിൽ ചില ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് പോലും ചെയ്യാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കാരണം ഒട്ടും എലിമിനേഷൻ പോസിബിൾ അല്ലാതെ. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് അറ്റംപ്റ്റ് ഒക്കെ ഉള്ളവരുണ്ട്. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ റിസ്ക് എടുക്കാനൊക്കെ ശ്രമിക്കും. അപ്പം അങ്ങനെ പല ക്വസ്റ്റ്യൻസും അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ഈ ഒരു എക്സാമിന് ചില സംഭവങ്ങൾ നമ്മൾ ഫാക്ച്വൽ നോളേജ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സംഭവം ഉണ്ടായിരുന്നു. അതിപ്പം വേറെ ഗവൺമെൻറ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ, അതായത് പല എക്സാമിന് ഇപ്പോൾ മീൻസ് എന്താണ് RRBക്കാണെങ്കിലും SSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടല്ലോ, അത് ജസ്റ്റ് നമ്മൾ പ്യുവർ ഫാക്ട്സ് പഠിച്ചു വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ അറിയാവുന്നവരും അതുപോലെ UPSC വർഷങ്ങളായിട്ട് മീൻസ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വെറ്ററിനെ സംബന്ധിച്ച് കുറച്ച് സ്കോർ മീൻസ് ഡയറക്റ്റ് ആയിട്ടുള്ള സംഭവം മിക്സ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ആവറേജ് കുഴപ്പമില്ലാത്ത സ്കോർ ചിലപ്പോൾ മേടിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതിൽ ഒരാൾ മീൻസ് SSCയും അങ്ങനെ എഴുതുന്ന ഒരാൾ തന്നെ വന്നിട്ട് അയാൾക്ക് മാർക്ക് മേടിക്കാനൊന്നും അങ്ങനെ ബുദ്ധിമുട്ടാണ്. അതുപോലെ UPSC മാത്രമുള്ള ഒരാൾക്കും എലിമിനേറ്റ് ചെയ്തുള്ള മീൻസ് സ്കോർ വാങ്ങാനും ബുദ്ധിമുട്ടുള്ളൊരു പേപ്പർ തന്നെയായിരുന്നു ഇത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും സ്കോറിൻ്റെ കാര്യത്തിൽ വളരെ, കാരണം ഒരു ഏറ്റവും മീൻസ് അടുത്ത റീസെൻ്റ് ആയിട്ടൊരു 6 വർഷത്തിൽ നടന്നതിൽ ഏറ്റവും കുറവുള്ള ഒരു കട്ട് ഓഫ് തന്നെയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കാരണം ഈ കട്ട് ഓഫ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. 2025 92.66 ആയിരുന്നു, 2024 87 ആയിരുന്നു, 2023 ഇങ്ങനത്തെ ഒരു പേപ്പറല്ലേ, ഇങ്ങനത്തെ ഒരു പേപ്പർ ഒരു കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയ ഒരു പേപ്പർ ആ പീരീഡിൽ വന്നു. അതുപോലെ അന്ന് CSATും ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ അത്ര ബുദ്ധിമുട്ട് CSATും ഇത്തവണയും നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അതെല്ലാം ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യും എന്തായാലും. അപ്പം സ്കോർ ഇപ്പം നിങ്ങൾക്ക് 70 ഉള്ളൂ 75 ഉള്ളൂ, അത് ഓർക്കേണ്ട കാര്യമില്ല. അതും നല്ല സ്കോർ തന്നെയാണ്. നമുക്ക് റിസൾട്ട് വരുമ്പോൾ അറിയാം എന്തായാലും. മീൻസ് ഫോറസ്റ്റിന് അല്ലെങ്കിലും CS-ന് എന്തായാലും കഴിഞ്ഞ തവണ എടുത്ത ഇത് തന്നെ ഇൻടേക്ക് തന്നെ എന്തായാലും കാണും. 14,000 സംതിങ് ആ റേഞ്ച് തന്നെ എടുക്കും. ഫോറസ്റ്റിന് പക്ഷേ വേക്കൻസി കുറവാണ്. അതുകൊണ്ട് ഫോറസ്റ്റിൽ എങ്ങനെ പോകുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിൽ പോലും CS-ൽ ജനറൽ ഇതിൽ കട്ട് ഓഫ് കുറയുമെന്ന് തന്നെയാണ്. 2023 ആ റേഞ്ചിലേക്ക് താഴേക്ക് പോകാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് ആരും ഡെസ്പ് ഒന്നും ആവണ്ട. പിന്നെ ബാക്കിയുള്ള എക്സാംസ് ഒക്കെ ഉണ്ടല്ലോ, എന്തായാലും പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അൺസർട്ടനിറ്റി ഉണ്ടല്ലേ. ഓക്കെ, അതുപോലെ നമ്മളിവിടെ ഈ PSC നമുക്കറിയാലോ, നമ്മുടെ ഇവിടെ PSC നമ്മുടെ ചാനൽ PSC ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം ഇതിൽ നമ്മൾ ഈ കാര്യങ്ങൾ ഇവിടെ പറയുന്നത് മീൻസ് നമ്മൾ പറഞ്ഞു UPSCയിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ UPSC ഫോളോ ചെയ്യുന്ന ഒരു സംഭവം ഒരു 5 വർഷം കഴിയുമ്പോഴായിരുന്നു കേരള PSC അത്
മീൻസ് കേരള PSCയിലേക്ക് വരുത്തുന്നത്. പക്ഷേ ഇപ്പം അപ്പം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വന്ന പാറ്റേൺ ചേഞ്ചുമായിട്ട് നിങ്ങളൊന്ന് പരിചയമാവണം എല്ലാവരും. അതായത് ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ എഴുതുന്നവർ ശരിക്കും ആ പാറ്റേണും കൂടെ ശ്രദ്ധിക്കണം. കാരണം പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു പാറ്റേൺ കാണുമ്പോൾ നിങ്ങൾ UPSC ഒന്നും പ്രിപ്പയർ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അതേസമയത്ത് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നെട്ടലും അതൊന്നും വരില്ല. ഓക്കെ, ഇത് നമുക്ക് ഡൂബിൾ ആണ്, നോക്കാം, മീൻസ് അതൊരു ടെൻഷൻ ഇല്ലാതെ വരും. അതുകൊണ്ടാണ് നമ്മൾ ഇതിവിടെ ഈ ചോദ്യങ്ങൾ UPSCയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പം പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞില്ല കേരള PSC സോഴ്സ് ആയിട്ട് ഇപ്പോൾ UPSCയുടെ 2017-18 ആ പീരീഡിലുള്ള സംഭവങ്ങൾ ആ ഒരു ഫോർമാറ്റൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ UPSC ഡിഗ്രി ലെവൽ എക്സാമിന് PSC ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏത് നിമിഷവും ഇപ്പോഴത്തെ ഫോർമാറ്റും ഇങ്ങനെ വരാം. UPSCയുടെ ഫോർമാറ്റ് എപ്പോഴും മാറുന്നുണ്ട്. ചിലപ്പോൾ ഫാക്ച്വൽ ആവുന്നുണ്ടല്ലേ, ചിലപ്പോൾ ഡയറക്റ്റ് ആണ്, ഭയങ്കര അങ്ങനെ ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റാറ്റിക് സബ്ജക്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ കുറയുന്നുണ്ടല്ലേ, അങ്ങനെയുണ്ട്. പിന്നെ അതർ സ്റ്റേറ്റ് PSC അതിൻ്റെ അതൊന്നും എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ രാജസ്ഥാൻ PSC ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പം മധ്യപ്രദേശ് PSC ഒക്കെ പറയുകയാണെങ്കിൽ അവർക്ക് ശരിക്കും 4 ഓപ്ഷന് പകരം 5 ഓപ്ഷനുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. 4 ഓപ്ഷന് പകരം 5 ഓപ്ഷൻ. നമുക്കൊരു ചോദ്യവും 4 ഓപ്ഷൻ അല്ലേ, അവർക്ക് 5 ഓപ്ഷൻ ഉണ്ട്. അഞ്ചാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചോദ്യം അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ 5ാമത്തെ ഓപ്ഷൻ കറപ്പിച്ച് വെക്കണം. അത് റീസൺ എന്താണെന്ന് വെച്ചാൽ പിന്നീട് ആരെങ്കിലും മീൻസ് അവിടെയൊക്കെ അഴിമതിയും പ്രശ്നങ്ങളും ഒക്കെ ക്വസ്റ്റ്യൻസ് ലീക്ക് അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ, പിന്നെ അത് മീൻസ് ഫില്ല് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ OMR ഷീറ്റിൽ ഒരു ചോദ്യത്തിന് 5 ഓപ്ഷൻ കാണും. അതായത് അങ്ങനെ ഉള്ള PSCs ഉണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നമ്മുടെ PSCയിലും വരാം. അതായത് നമ്മളിപ്പം 40 ക്വസ്റ്റിനെ നമ്മൾ ഒരു PSC എക്സാമിന് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 60 എണ്ണം വേക്കൻ്റ് ആയിട്ട് കിടക്കുവാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ആ സ്റ്റേറ്റിലാണ് എഴുതുന്നതെങ്കിൽ ആ OMR ഷീറ്റിൽ ബാക്കി ആ 5ാമത്തെ ഓപ്ഷൻ നമ്മൾ ഫില്ല് ചെയ്ത് വെക്കണം. അത് അവരുടെ റൂളാണ്. അപ്പം അങ്ങനത്തെ റൂളൊക്കെ ഇവിടെയും കൊണ്ടുവരാം. അത് ഒരു അങ്ങനത്തെ റൂൾസാണ്. അങ്ങനെ പല റൂൾസ് ഉണ്ട്. അപ്പം ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ PSC ആണെങ്കിലും കറക്റ്റ് വേറെ PSC എന്നൊക്കെ അതേപടി ക്വസ്റ്റ്യൻസ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ജസ്റ്റ് പറഞ്ഞു. അപ്പം എന്തായാലും കട്ട് ഓഫ് ഈ UPSCയുടെ കട്ട് ഓഫ് എന്തായാലും 75 മീൻസ് ഒരു 2023 താഴേക്ക് പോകുന്നതാണ്. മീൻസ് ഒരു ഏകദേശം നമുക്ക് തോന്നുന്നത്, നമ്മുടെ ഒരു വിശ്വാസം, നമ്മുടെ സർക്കിളിലും നമ്മൾ എഴുതുന്ന എക്സാം ആയതുകൊണ്ടും മീൻസ് എഴുതിയിട്ടുള്ള എക്സാം ആയതുകൊണ്ടും നമുക്ക് നിലവാരം നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ എല്ലാം പറയുമ്പം അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഡിഗ്രി ലെവലിൻ്റെ 3rd ഫേസ് എഴുതാൻ പോകുന്നവരുണ്ടല്ലേ, 3rd ഫേസിലേക്ക് എക്സാം എഴുതാൻ പോകുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരോട് പറയാനുള്ളത്, ഓക്കെ, നമ്മൾ phase 1 and 2 അനലൈസ് ചെയ്ത് ഒരു കണക്റ്റിംഗ് ഫാക്റ്റിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. കണക്റ്റിംഗ് ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മാക്സിമം അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രോബിലിറ്റി ഉള്ള എല്ലാം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. അപ്പം നമ്മൾ അത് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ ലൈവായിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളത് റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. ലൈവ് മീൻസ് ലൈവ് ചെയ്യുമ്പോൾ എത്രത്തോളം ആൾക്കാർ പാർട്ടിസിപ്പേഷൻ അത് നമ്മൾ നോക്കണമല്ലോ. അപ്പം അങ്ങനെയായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് എക്സാം മോശമായിട്ടാണ് എഴുതാൻ പറ്റിയത്, അതൊന്നും ഓർക്കേണ്ട കാര്യമില്ല. കാരണം അവിടെ നല്ലൊരു ടഫ് പേപ്പർ തന്നെയായിരുന്നു, ബുദ്ധിമുട്ടുള്ളൊരു പേപ്പർ തന്നെയായിരുന്നു. റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പലതും വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പം പുറത്തുനിന്ന് നോക്കി പറയുന്ന പോലെയല്ല, ആ ഹാളിലിരിക്കുമ്പം ക്വസ്റ്റ്യൻസ് വലിയ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്കത് ആ സമയത്ത് നമുക്ക് ഓർമ്മ വരണമെന്നോ എന്ത് ചെയ്യണമെന്നൊന്നും അറിയാത്ത ഒരു അവസ്ഥയായിരിക്കും. സമയവും കുറവാണ്. ഓക്കെ, അപ്പം എന്തായാലും എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. അതുപോലെ ഡിഗ്രി മെയിൻസ് ഉള്ളവർക്കും പ്രിലിംസ് കഴിഞ്ഞവർക്കും ഇൻ കേസ് നിങ്ങളെല്ലാവരും തന്നെ മെയിൻസും പ്രിലിംസും ഒക്കെ ഇത് എഴുതിയിട്ടുള്ളവരായിരിക്കും ഡിഗ്രി ലെവൽ. അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അതുപോലെ മെയിൻസിന് പ്രിലിംസിൽ സ്കോർ കുറവാണെന്ന് കരുതിയിരിക്കാതെ പ്രിപ്പയർ ചെയ്യുക, പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.